പാപക്കറയേറ്റയങ്കി നീ നീക്കി കുഞ്ഞാട്ടിൻ രക്തത്തിൽ കുളിക്ക ജീവനീരൊഴുകുന്നു അശുദ്ധത്തായി കുളിച്ചു ശുദ്ധിയായിടുക. കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ ജീവൻ പോൽ നിഷ്കളങ്കമോ നിന്നങ്കി കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. ദൈവത്തിന് മഹത്വം. നമ്മൾ റോമാലേഖനം 6, 7, 8 3 അധ്യായങ്ങളാണ് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദൈവവചനം പഠിക്കുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. നമ്മളുടെ പ്രസംഗം കേൾക്കുന്ന പോലെ ദൈവവചനം പഠിക്കുമ്പോൾ ഇരുന്നു കഴിഞ്ഞാൽ ശരിയാവുകയില്ല. പ്രസംഗത്തിന്റെ ഇടയ്ക്കാണെങ്കിൽ കുറച്ച് എക്സോർട്ടേഷനും ഒക്കെ വരുമ്പോൾ കുറച്ചുകൂടി അറ്റൻഷനോട് ഇരിക്കാൻ പറ്റും. പക്ഷെ ബൈബിൾ സ്റ്റഡിയിൽ മനഃപൂർവ്വം നമ്മൾ ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. റോമലേഖനം നമുക്കറിയാമെന്ന് തോന്നുന്നു, നിങ്ങൾക്ക് എല്ലാവരും വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. അത് പൗലോസ് സുവിശേഷം വ്യക്തമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് എഴുതുന്ന ഒരു ലേഖനമാണ്. അതിൽ 6, 7, 8 അധ്യായങ്ങൾ കുറച്ച് ഡിഫിക്കൽട്ടാണ്. വായിച്ചാൽ മനസ്സിലാകാനായിട്ടും വ്യക്തമായിട്ട് പറഞ്ഞു തരാനായിട്ടും ഡിഫിക്കൽട്ടായിട്ടുള്ള അധ്യായങ്ങളാണ്. 6ഉം 7ഉം പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളും ഉണ്ട്. അതിലേതാണെന്ന് ശരി എന്നുള്ളത് നമുക്ക് ദൈവവചനത്തോട് ചേർന്ന് നമുക്ക് ഏറ്റെടുക്കാനേ കഴിയുള്ളൂ. അന്നേരം ഞാൻ നേരത്തെ പറഞ്ഞ ഇതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് പറയുന്ന പുസ്തകമായതുകൊണ്ട് 6ാമത്തെ അധ്യായത്തിന്റെ മുമ്പിലുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലായാലേ 6, 7, 8 അധ്യായങ്ങളിൽ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാവത്തുള്ളൂ. 6, 7, 8 8ാമത്തെ അധ്യായത്തോടു കൂടി ശരിക്കും വ്യക്തിപരമായിട്ടുള്ള സുവിശേഷം എന്നുള്ളത് ഏകദേശം നിന്നിട്ട് യഹൂദനെ ദൈവം എങ്ങനെ തെരഞ്ഞെടുക്കുന്നു എന്നതിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് 8 വരെ ഏകദേശം ഒരേ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് 8 വരെ നമുക്ക് ചിന്തിക്കാമെന്ന് വിചാരിച്ചത്. നേരത്തെ അതിന്റെ 1 മുതൽ നമ്മൾ ഒന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെങ്കിൽ നമുക്ക് 6, 7, 8 എന്താണെന്നുള്ള മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ആദ്യത്തെ അധ്യായം മുതൽ തന്നെ വളരെ ചുരുക്കമായിട്ട് അതിന്റെ സബ്ജക്ട് എന്താണെന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിന്റെ തുടക്കത്തിൽ തന്നെ പൗലോസ് പറയുന്നുണ്ട് എന്താണ് പൗലോസ് പറയാൻ ഉദ്ദേശിക്കുന്നത്. റോമലേഖനം അതിന്റെ 1ാമത്തെ അധ്യായത്തിന്റെ 1ഉം 2ഉം വാക്യങ്ങൾ. ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പുകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലനും യേശുക്രിസ്തുവിന്റെ ദാസനുമായ പൗലോസ് റോമയിൽ ദൈവത്തിനും പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കും എഴുതുന്നത്. അവിടെ പൗലോസ് എന്താണ് പറയുന്നത് എന്നുള്ളതിനെ പറ്റി ആദ്യം തന്നെ പറയാണ്. പൗലോസ് പറയുന്നത് ദൈവത്തിന്റെ സുവിശേഷമാണ്. ഇംഗ്ലീഷ് ലിംഗാണ്. പോൾ, എ ബോൺ സെർവന്റ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, കോൾഡ് ആസ് ആൻ അപ്പോസ്റ്റൽ, സെറ്റ് അപ്പാർട്ട് ഫോർ ദ ഗോസ്പൽ ഓഫ് ദ ഗോഡ്. ഗോസ്പൽ ഓഫ് ഗോഡ്. അതായത് പൗലോസ് പറയാണ്, പൗലോസ് ദൈവത്തിന്റെ ഗോസ്പൽ ഓഫ് ഗോഡിന് വേണ്ടിയിട്ട് അത് പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട വ്യക്തിയാണ്. എന്നാൽ പൗലോസ് ഇതിൽ കൂടി പറയുന്നതും ദൈവത്തിന്റെ സുവിശേഷമാണ്. ഗോസ്പൽ ഓഫ് ഗോഡ് ആണ് ഇതിന്റെ സബ്ജക്ട്. അന്നേരം അത് എന്താണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ആ ദൈവത്തിന്റെ സുവിശേഷം എന്നത് ദൈവം പുതിയതായിട്ട് പറഞ്ഞൊരു കാര്യമല്ല. ഇല്ലെങ്കിൽ സുവിശേഷം എന്നത് പുതിയ നിയമത്തിലെ ഒരു സന്ദേശമല്ല. അതെന്താണെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്, തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷമാണ്. എന്നാൽ ഈ സുവിശേഷം എന്നുള്ളത് പുതിയ നിയമത്തിന്റെ സന്ദേശമല്ല. സുവിശേഷം എന്നുള്ളത് ദൈവത്തിന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുൻപ് കൂട്ടി ദൈവം അറിയിച്ചിട്ടുള്ളതാണ്. അത് ഇതുവഴിയാണ് അറിയിച്ചിട്ടുള്ളത്. അവിടെ എഴുതിയിരിക്കുകയാണ്, ഹി പ്രോമിസ്ഡ് ഫോർ ഹാൻഡ് ത്രൂ ദ പ്രോഫറ്റ്സ് ഇൻ ദ ഹോളി സ്ക്രിപ്ചേഴ്സ്. അല്ലെ, അതെവിടാണ് എഴുതിയിരിക്കുന്നത്? മലയാളത്തിൽ വരുമ്പോൾ വിശുദ്ധ രേഖകളിൽ 1ാമത്തെ അധ്യായത്തിൽ. അന്നേരം സുവിശേഷം എന്നത് ദൈവം പുതിയ നിയമത്തിലെ ഒരു സന്ദേശമല്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. സുവിശേഷം എന്നുള്ളത് ഹോളി സ്ക്രിപ്ചറിന്റെ, ബൈബിളിന്റെ സന്ദേശമാണ്. അത് പഴയ നിയമത്തിലെ വിശുദ്ധ രേഖകൾ കൂടി ദൈവം പറഞ്ഞ കാര്യമാണ്. അത് പ്രസംഗിക്കാനായിട്ട് ദൈവം പൗലോസിനെ വിളിച്ച് വേർതിരിച്ചു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് എന്താണ് ഈ സുവിശേഷം? അത് ഞാൻ പറഞ്ഞു,
പൗലോസിനെ വിളിച്ചു വേർതിരിച്ചത് സുവിശേഷം പ്രസംഗിക്കാനായിട്ടാണ്. ആ സുവിശേഷം ദൈവത്തിന്റെ സുവിശേഷമാണ്, അത് ഏതെങ്കിലും മനുഷ്യന്റെ സുവിശേഷമല്ല. പൗലോസ് ഗലാത്യ ലേഖനത്തിൽ എന്റെ സുവിശേഷം എന്ന് പറയുന്നുണ്ട്. അത് ദൈവം പൗലോസിനെ ഏൽപ്പിച്ചതുകൊണ്ട് പറയുന്നതാണ്. അന്നേരം ദൈവത്തിന്റെ സുവിശേഷം എന്നുള്ളത് പൗലോസ് കണ്ടുപിടിച്ചതോ ഇല്ലെങ്കിൽ യേശുക്രിസ്തു പ്രസംഗിച്ചു തുടങ്ങിയതോ കാര്യമല്ല. ആ സുവിശേഷം വിശുദ്ധ രേഖകളിൽ പഴയ നിയമ പ്രവാചകന്മാരിൽ കൂടി ദൈവം അറിയിച്ചിരുന്നതാണ്. നേരം സുവിശേഷത്തിന്റെ അല്ലെങ്കിൽ ബൈബിളിന്റെ കണ്ടന്റ് സുവിശേഷമാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ബൈബിള് തന്നെ നമുക്ക് മനസ്സിലാവത്തില്ല. അപ്പോൾ എന്താണ് സുവിശേഷം? അത് അടുത്ത വാക്യത്തിൽ, മൂന്നാമത്തെ വാക്യത്തിൽ പറയാണ്. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്: concerning his son who was born of a descendant of David according to flesh. മലയാളത്തിൽ അതിന്റെ 5-ാമത്തെ വാക്യം: അവിടെ പറഞ്ഞിരിക്കുന്നത് ഈ സുവിശേഷം എന്താണെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പറഞ്ഞിരിക്കുകയാണ്: the gospel is concerning his son who is born of a descendant of David according to flesh, who was declared the son of God with the power by the resurrection from the dead. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുവിശേഷത്തിന്റെ സന്ദേശം എന്നത് യേശുക്രിസ്തുവിനെ പറ്റിയാണ്. അതാണ് ഈ 3 വാക്യങ്ങൾ കൂടി പൗലോസ് പറയുന്നത്. പൗലോസ് പറയുന്നത് സുവിശേഷം എന്നത് പഴയ നിയമ രേഖകളിൽ പ്രവാചകന്മാർ മുഖാന്തരം പ്രോമിസ് ചെയ്തതാണ്. ആ സുവിശേഷം യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതാണ്. ആ സുവിശേഷത്തെ പറ്റിയാണ് പൗലോസ് പ്രസംഗിക്കുന്നത്. ആ യേശുക്രിസ്തുവിനെ പറ്റി പറയാണ്: അവൻ ജഡപ്രകാരം ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കിയാൽ ദൈവപുത്രൻ ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തവനാണ്. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് ജഡപ്രകാരം ഒരു മനുഷ്യനായി ദാവീദിന്റെ സന്തതിയിൽ കൂടി വന്നു. മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റതിൽ കൂടി ദൈവത്തിന്റെ പുത്രനാണ് എന്ന് ശക്തിയോടെ ഡിക്ലെയർ ചെയ്തു. അതാണ് നമ്മൾ എബ്രായ ലേഖനത്തിലും സങ്കീർത്തനത്തിലും കാണുന്നത്. നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് യേശുക്രിസ്തുവിനെ പറ്റി ദൈവം ഡിക്ലെയർ ചെയ്യുന്നത് എപ്പോഴാണ്? മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുമ്പോഴാണ്. മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുമ്പോഴാണ്. അതാണ് നമ്മൾ എബ്രായ ലേഖനമൊക്കെ പഠിച്ചതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിലേക്ക് പോകാത്തത്. മരിച്ചിട്ട് എഴുന്നേൽക്കുന്നതിൽ കൂടി ദൈവം ഡിക്ലെയർ ചെയ്യാണ് ഇവൻ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രനാണ്. അതായത് യേശുക്രിസ്തു ഈ ഭൂമിയിൽ പാപമില്ലാതെ വന്നു. ദാവീദിന്റെ സന്തതിയായി ഈ ഭൂമിയിൽ വന്നിട്ട് യേശുക്രിസ്തുവിൽ പാപമില്ലായിരുന്നു. പാപം കൂടാതെ അവൻ ഈ ഭൂമിയിൽ ജീവിച്ചു. മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റപ്പോൾ ദൈവം ഡിക്ലെയർ ചെയ്യുകയാണ് ഇവൻ വിശുദ്ധനായിട്ടുള്ള ദൈവത്തിന്റെ പുത്രനാണ് എന്ന് ഡിക്ലെയർ ചെയ്തു. ഇതാണ് സുവിശേഷത്തിന്റെ കണ്ടന്റ്. എന്തിനാണ് സുവിശേഷം പ്രസംഗിക്കുന്നത്? എന്താണ് സുവിശേഷത്തിന് പ്രസംഗിക്കുന്നത് കൊണ്ടുള്ള ഉദ്ദേശം? പർപ്പസ് ഓഫ് ഗോസ്പൽ എന്താണ്? അത് അടുത്ത വാക്യത്തിൽ പറയുകയാണ്. 6-ാമത്തെ വാക്യം: അവിടെ പറഞ്ഞിരിക്കുകയാണ് 6-ാമത്തെ വാക്യത്തിൽ പറയാണ്: ഞങ്ങൾ അവന്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിനാണ് കൃപയും അപ്പോസ്തലത്വവും പ്രവർത്തിച്ചത്. അതായത് സുവിശേഷം പ്രസംഗിക്കുന്നതിന്റെ പർപ്പസ് എന്താണ്? വിശ്വസിക്കുക എന്നുള്ളതല്ല. എന്താണ്? അനുസരണം പ്രാപിവരുത്തേണ്ടതിനാണ്. അന്നേരം ഒബീഡിയൻസിന് വേണ്ടിയിട്ടാണ് ഫെയ്ത്ത്. സുവിശേഷം കേൾക്കുന്ന ഒരു വ്യക്തി അത് അനുസരിക്കാനായിട്ട് അല്ലെങ്കിൽ സുവിശേഷം കേൾക്കുന്നതിന്റെ അർത്ഥമില്ല. നേരെ എന്ത് കാര്യവും അവസാനം ചെന്ന് നിൽക്കുന്നത് അനുസരണത്തിലാണ്. നേരെ ഒബീഡിയൻസ് ഇല്ലാതെ നമുക്ക് ബൈബിൾ സ്റ്റഡി എടുത്തിട്ടും കാര്യമില്ല, സുവിശേഷം കേട്ടിട്ടും കാര്യമില്ല. ഇതിന്റെ ഉദ്ദേശം അനുസരിക്കുക എന്നുള്ളതാണ്, അല്ലാതെ കേട്ട് വിശ്വസിച്ച് അവിടെ നിർത്തുക എന്നുള്ളതല്ല. ഇതാണ് അതിന് ഇൻട്രൊഡക്ഷനായിട്ട് പൗലോസ് പറയുന്നത്. സുവിശേഷം എന്താണ്? സുവിശേഷം ആരെക്കുറിച്ചാണ്? സുവിശേഷം എന്തിനാണ്? സുവിശേഷം പുതിയ നിയമത്തിലെ സന്ദേശമല്ല. സുവിശേഷം പഴയ നിയമ രേഖകൾ കൂടി ദൈവം അരുളി ചെയ്തതാണ്. സുവിശേഷം യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതാണ്. ആ സുവിശേഷം വിശ്വാസികളെ അല്ലെങ്കിൽ ജാതികളെ വിശ്വാസത്തിന്റെ അനുസരണത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഇത് തന്നെയാണ് റോമാലേഖനം കൺക്ലൂഡ് ചെയ്യുമ്പോഴും പൗലോസ് പറയുന്നത്. റോമാലേഖനം അതിന്റെ 16-ാമത്തെ അധ്യായം 16-ാമത്തെ അധ്യായത്തിന്റെ 24-ഉം 25-ഉം വാക്യങ്ങളിൽ വീണ്ടും എഴുതിയിട്ടുണ്ട്. പൂർവ്വകാലങ്ങളിൽ മാഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ടു വന്നതും നിത്യദൈവത്തിന്റെ നിയോഗപ്രകാരം സകല ജാതികൾക്കും വിശ്വാസത്തിന്റെ അനുസരണത്തിനായി. അവിടെ പറഞ്ഞിരിക്കുകയാണ് പൂർവ്വകാലങ്ങൾ. ഈ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ് കൺക്ലൂഡ് ചെയ്യുമ്പോൾ. പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്ന സുവിശേഷമാണ്. ഇപ്പോൾ ഇത് ദൈവത്തിന്റെ നിയോഗപ്രകാരം ഇപ്പോൾ വെളിപ്പെട്ടു വന്നതാണ്. അത് നിത്യദൈവത്തിന്റെ നിയോഗപ്രകാരം സകല ജാതികൾക്കും വിശ്വാസത്തിന്റെ
അനുസരണത്തിനായി പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ അറിയിച്ചിരുന്നതുമായ മിസ്റ്ററി, മർമ്മത്തിന്റെ വെളിപാടിന് അനുസരണമായുള്ള എന്റെ സുവിശേഷത്തിനും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിനും ഒത്തവണ്ണം നിങ്ങളെ സ്ഥിരപ്പെടുത്താൻ കഴിയുന്നത്. ഇംഗ്ലീഷിൽ അതിന്റെ ഓർഡർ കുറച്ചുകൂടി ക്ലിയർ ആണ്. അവിടെ ഇങ്ങനെയാണ് ഇരിക്കുന്നത്: ദ ഗോസ്പൽ ഇസ് ദ മിസ്റ്ററി വിച്ച് വാസ് കെപ്റ്റ് സീക്രട്ട് ഇൻ ഏജസ് പാസ്റ്റ്. എന്ന് പറഞ്ഞാൽ ഗോസ്പൽ എന്നത്, സുവിശേഷം എന്നത് പഴയ കാലങ്ങളിൽ മറച്ചു വെച്ചിരുന്ന വിശുദ്ധ രേഖകൾ കൂടി മറഞ്ഞിരുന്ന ഒരു മിസ്റ്ററിയാണ്. അത് ഇറ്റ് ഈസ് റിവീൽഡ് ബൈ ദ സ്ക്രിപ്റ്റേഴ്സ് ഓഫ് ദ പ്രോഫറ്റ്സ്. അത് ദൈവത്തിന്റെ പ്രവാചകന്മാരുടെ തിരുവെഴുത്തുകളാൽ ഇപ്പോൾ അത് വെളിപ്പെട്ടു വന്നു. അതാണ് പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നു, ഇപ്പോൾ വെളിപ്പെട്ടു വന്നതാണ് ആ സുവിശേഷം. അക്കോർഡിംഗ് ടു ദ കമാൻഡ്മെന്റ് ഓഫ് എറ്റേണൽ ഗോഡ്, ദൈവത്തിന്റെ കൽപ്പന പ്രകാരമാണ് ആ സുവിശേഷം ഇപ്പോൾ അന്ത്യകാലത്ത് നമുക്ക് വെളിപ്പെട്ടു വന്നിരിക്കുന്നത്. അത് സകല ജാതികൾക്കും വെളിപ്പെട്ടു വന്നതിന്റെ കാരണം ഇറ്റ് ഷുഡ് ലീഡ് ടു ദ ഒബീഡിയൻസ് ഓഫ് ഫെയ്ത്ത്. ഞാൻ കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഇതാണ് സുവിശേഷത്തിന്റെ കണ്ടന്റ്. അന്നേരം ഇതാണ് ഒരു ഇൻട്രൊഡക്ഷൻ പൗലോസ് പറയുന്നത്. അതിന്റെ കൺക്ലൂഷനും പറയുന്നത്, അനുസരണം നമ്മുടെ ജീവിതത്തിൽ വരുന്നില്ലെങ്കിൽ ഏതൊരു കാര്യവും നമ്മൾ ദൈവവചനം പഠിക്കുന്നത് പ്രൈമറിലി അനുസരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് അനുസരിക്കുന്ന വ്യക്തികളെ ദൈവം ചിലപ്പോൾ അത് പഠിപ്പിക്കാനായിട്ടോ ഇല്ലെങ്കിൽ വേറെ മിനിസ്ട്രിക്കോ ഏൽപ്പിച്ചേക്കും. പക്ഷെ ഒരു മിനിസ്ട്രിക്ക് വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ ദൈവവചനം പഠിപ്പിക്കണമല്ലോ എന്ന് വെച്ച് പഠിപ്പിക്കാനായിട്ടോ ദൈവവചനം പഠിക്കേണ്ട കാര്യമില്ല. ഇല്ലെങ്കിൽ വേറെ ആരത്തെങ്കിലും സുവിശേഷം പറയുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയല്ല. ഇത് ആദ്യം ഇതിന്റെ ഉദ്ദേശം അനുസരിക്കുക എന്നുള്ളതാണ്. അന്നേരം ഈ കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഇത് അനുസരിക്കാൻ നമ്മളെ ഇതിന് കൂടുതൽ പ്രയോജനപ്പെടുത്തണം. ഇല്ലെങ്കിൽ ഇത് അനുസരിക്കാനായിട്ട് താല്പര്യമില്ലെങ്കിൽ പഠിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതിന്റെ ഉദ്ദേശം മനസ്സിലാക്കണം നമ്മൾ. ഇതിന്റെ എല്ലാം അതിന്റെ പുറകിലുള്ള ഉദ്ദേശം എന്നുള്ളത് വിശ്വാസത്തിന് അനുസരണം വരുത്താൻ വേണ്ടിയിട്ടാണ്. ഞാൻ മുമ്പോട്ട് പോട്ടെ, പെട്ടെന്ന് എന്നിട്ട് ഈ സുവിശേഷം എന്താണെന്നുള്ളതിനെ പറ്റി വീണ്ടും പറയുകയാണ്. അതിന്റെ 16-ാമത്തെ വാക്യം, 1:16. ഇവിടെ പൗലോസ് പറയാണ് സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ഞാൻ വീണ്ടും പറയട്ടെ, സുവിശേഷം എന്ന് ആൾക്കാർ കേൾക്കുമ്പോൾ ആൾക്കാരുടെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ആൾക്കാരെ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന, യേശുക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി മരിച്ചു, യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിങ്ങൾ സ്വർഗത്തിൽ പോകും എന്നുള്ള ബേസിക് ഗോസ്പൽ അല്ല ഗോസ്പൽ എന്ന് പുതിയ നിയമത്തിൽ ഉദ്ദേശിക്കുന്നതെന്നും. യഥാർത്ഥത്തിലുള്ള സുവിശേഷം കർത്താവിന്റെ സ്വരൂപത്തിലേക്ക് ഒരു വ്യക്തിയെ ഈ ഭൂമിയിൽ വെച്ച് തന്നെ കൊണ്ടുവരുന്നതാണ്. അതാണ് വിശ്വാസത്തിന്റെ അനുസരണത്തിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടുവരുന്നതാണ് സുവിശേഷം. ആ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ആ സുവിശേഷം പ്രസംഗിക്കാൻ എനിക്ക് ലജ്ജയില്ല എന്നാണ് പൗലോസ് പറയുന്നത്. അന്നേരം ഈ സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളത് ഒരു പർട്ടിക്കുലർ കുറച്ചാൾക്കാരുടെ വിളിയല്ല. സുവിശേഷകൻ എന്നുള്ളത് ചില ആൾക്കാരുടെ വിളിയാണ്, ദൈവം അപ്പോയിന്റ് ചെയ്യുന്നതാണ്. പക്ഷെ സുവിശേഷം പറയുക എന്നുള്ളത് എല്ലാവരുടെയും ദൈവത്തിന്റെ വിളിയാണ്. അത് നമ്മളത് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ കടക്കാരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് 14-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാകുന്നു. അങ്ങനെ റോമയിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിക്കുവാൻ ഞാൻ എന്നോളം ഒരുങ്ങിയിരിക്കുന്നു. അന്നേരം ഈ സുവിശേഷം പറയുക എന്നുള്ളത് നമ്മൾ വിചാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുവിശേഷം പറയുക എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരുടെ കുറച്ച് ആൾക്കാർക്ക് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നതാണ്. അങ്ങനെയല്ല. സുവിശേഷം മനസ്സിലായ ഒരാൾ, അതനുസരിക്കുന്ന ഒരാൾ അത് പറഞ്ഞിരിക്കണം. ഞാൻ കണ്ടിട്ടുള്ളിടത്തോളം നമ്മുടെ ചർച്ചിൽ ഏറ്റവും ആൾക്കാർക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ളത് ഇതാണ്. എനിക്കറിയില്ല നിങ്ങൾ എത്ര പേര് ശരിക്കും ഇവിടെ കേൾക്കുന്ന മെസ്സേജ് നിങ്ങൾക്ക് ബ്ലെസ്സിങ് ആവുന്നുണ്ടെങ്കിൽ എത്ര പേരെടുത്ത് ഇത് നിങ്ങൾ പാസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര പേരെ നിങ്ങൾ ചർച്ചിലേക്ക് വിളിക്കുന്നുണ്ട്. ഇതെന്താ നമ്മൾ ചെയ്യാത്തതെന്ന് അറിയാമോ? ഒന്നാമത്തെ കാര്യം, ഈ സുവിശേഷത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ വർക്ക് ചെയ്യുന്നില്ലായിരിക്കാം. വർക്ക് ചെയ്യുന്ന രീതിയിൽ നമ്മളിത് വിശ്വസിച്ച് ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ലായിരിക്കാം. നമ്മുടെ ജീവിതത്തിൽ വർക്ക് ചെയ്യാത്തൊരു കാര്യം വേറൊരാളുടെ അടുത്ത് പറയുന്നത് എങ്ങനെയാണ് എന്നുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കാം പലരും പറയാത്തത്. ഇനി ഇവിടെ വന്നിട്ട് നമ്മുടെ കാര്യം തന്നെ ശരിയാവാത്തത് കൊണ്ട് ഇനി വേറൊരാളെയും കൂടെ ബുദ്ധിമുട്ടിക്കണ്ട എന്നുള്ള ഉദ്ദേശം കൂടി ആയിരിക്കാം നമ്മൾ ചെയ്യാത്തത്. പക്ഷെ ഇതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല. ഇത് നമ്മൾ ചെയ്യാതിരിക്കും. നമ്മളെ പറയട്ടെ, എനിക്കിപ്പോ ഒരു 10,000 രൂപ കടമുണ്ടെങ്കിൽ ഞാനത് കടം കൊടുത്തു തീർക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അതേപോലെ തന്നെ ഈ സുവിശേഷം ഭരമേൽപ്പിച്ചിരിക്കുന്ന എല്ലാവർക്കും ആ സുവിശേഷം മറ്റുള്ളവരിലേക്ക് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. അത് മനസ്സിലാക്കണം. അതാണ് ഇവിടെ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ഈ സുവിശേഷം മറ്റുള്ളവർക്ക് അറിയിക്കാനായിട്ട് ഞാൻ ബാധ്യസ്ഥനാണ്. മാത്രമല്ല ഈ സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയുമില്ല. ഈ
ഈ യേശുക്രിസ്തുവിന്റെ സാക്ഷിയായിട്ട് നിൽക്കുന്നതിൽ എനിക്ക് ലജ്ജയുമില്ല. കാരണം എന്താണ്? വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും, അത് ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായിട്ട് വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ്. എന്നാൽ ഈ സുവിശേഷം, റിയൽ ഗോസ്പലിൽ ദൈവത്തിന്റെ ശക്തി അടങ്ങിയിരിക്കുന്നതുകൊണ്ട് ആ സുവിശേഷം പ്രസംഗിക്കുന്ന വ്യക്തിയുടെ, ഞാൻ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ പറഞ്ഞതുപോലെ, ആ വ്യക്തിയുടെ കഴിവോ ആ വ്യക്തിയുടെ വൊക്കാബുലറിയോ ആ വ്യക്തിയുടെ വിദ്യാഭ്യാസമോ ഒന്നുമല്ല അവിടെ പ്രവർത്തിക്കുന്നത്. സുവിശേഷത്തിന്റെ ശക്തി തന്നെയാണ്. ഈ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ, ഇത് ലജ്ജയില്ലാതെ നമ്മൾ സംസാരിക്കുമ്പോൾ, അത് മറ്റുള്ളവർക്ക് പറയുമ്പോൾ ആ സുവിശേഷം അവരുടെ ജീവിതത്തിൽ വർക്ക് ചെയ്യും. അത് യഹൂദനോ യവനനോ ആർക്കും വേണ്ടി വർക്ക് ചെയ്യുന്ന, വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും അത് രക്ഷയ്ക്കായിട്ട് വ്യാപരിക്കുന്ന ദൈവശക്തിയാണ്. അതാണ് ഒന്നാമത്തെ അധ്യായത്തിൽ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പൗലോസ് ഇത് പറഞ്ഞിട്ട്, അതിന്റെ 18-ാമത്തെ വാക്യം മുതൽ പൗലോസ് പറയുന്നത് സുവിശേഷത്തിന്റെ കണ്ടന്റിലേക്ക് കയറുകയാണ്, എന്താണെന്നുള്ളത്. അത് 18 മുതൽ 32 വരെയുള്ള വാക്യത്തിൽ പൗലോസ് ഉദ്ദേശിക്കുന്നത് സകല മനുഷ്യരും ദൈവത്തിന്റെ മുമ്പിൽ എക്സ്ക്യൂസ് പറയാൻ ഇല്ലാതെ വണ്ണം അക്കൗണ്ടബിൾ ആണെന്നുള്ളതാണ്. അതാണ് അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ എന്നുള്ളത് ഇംഗ്ലീഷിൽ ഇങ്ങനെ അടയ്ക്കുന്നത്, സോ ദാറ്റ് ദേ ആർ വിത്തൗട്ട് എക്സ്ക്യൂസ്. എന്നാലും ഒരു ലോകത്തിലുള്ള ഒറ്റ വ്യക്തിക്കും ദൈവത്തിന്റെ മുമ്പിൽ എക്സ്ക്യൂസ് പറയാൻ കഴിയുകയില്ല എന്നാണ് പൗലോസ് പറയുന്നത്. കാരണം എന്താണ്? കാരണം ദൈവമുണ്ട് എന്നും, ഒരു ദൈവം ഈ കാര്യങ്ങളുടെ എല്ലാം പുറകിൽ പ്രവർത്തിക്കുന്നെന്നും, ആ ദൈവത്തിന് നമ്മൾ അക്കൗണ്ടബിൾ ആണ് എന്നും ഈ ലോകത്തിലെ ദൈവത്തിന്റെ സൃഷ്ടിയിൽ കൂടി തന്നെ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ എന്റെ വിശദീകരണത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്കറിയാം, ഏതൊരു വ്യക്തിക്കും അറിയാം, ഈ ബൈബിൾ വായിച്ചിട്ടില്ലെങ്കിലും ഈ ലോകത്തിലേക്ക് നോക്കിയാൽ ഇതിന്റെ എല്ലാം പുറകിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവർത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അതാണ് ദൈവത്തെക്കുറിച്ച് അവർക്ക് അറിയാവുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു, ദൈവം അത് അവർക്ക് വെളിവാക്കിയിരിക്കുന്നുള്ളൂ. അന്നേരം ഈ ലോകത്തിലുള്ള എല്ലാ വ്യക്തികൾക്കും ദൈവം തന്നെ കുറിച്ച് വെളിപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ വ്യക്തികളുടെയും, രക്ഷിക്കപ്പെടാത്തവരുടെയും രക്ഷിക്കപ്പെട്ടവരുടെയും, ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ ക്രിസ്ത്യൻസോ, ഏതൊരു വ്യക്തിയാണെങ്കിലും ഭൂമിയിൽ ഒരു കുഞ്ഞ് പറഞ്ഞു വരുമ്പോൾ ആ വ്യക്തി ഹിന്ദുവോ മുസ്ലിമോ ഇല്ലെങ്കിൽ ക്രിസ്ത്യനോ പെന്തക്കോസുകാരനോ ഒന്നുമല്ല. ഒരു കുഞ്ഞ് ജനിച്ചു വിടുന്നത് വെറും മനുഷ്യനായിട്ടാണ്. പക്ഷെ ആ കുഞ്ഞിന്റെ ഉള്ളിൽ തന്നെ യഥാർത്ഥത്തിൽ ദൈവം ഒരു മനസാക്ഷി വെച്ചിട്ടുണ്ട്, മൃഗങ്ങൾക്കില്ലാത്തതുപോലെ. അവർ കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ അവരുടെ മനസാക്ഷി അവരെടുത്ത് ആരും പറഞ്ഞു കൊടുക്കാതെ തന്നെ അവരെ കുത്തും. പാപത്തിലേക്ക് ഇവർ പോവുകയും ചെയ്യും, ആരും പറഞ്ഞു കൊടുക്കാതെ തന്നെ. അപ്പോൾ ആരും പറഞ്ഞു കൊടുക്കാതെ തന്നെ ഒരു ദൈവമുണ്ട് എന്നുള്ളൊരു ഗോഡ് കോൺഷ്യസ് എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ ദൈവം വെച്ചിട്ടുണ്ട്. കാരണം ഈ ലോകത്തിലേക്ക് നോക്കിയാൽ ദൈവമുണ്ട് എന്നുള്ളത് തെളിയിക്കപ്പെടുന്നു. അതെന്തിനു വേണ്ടിയിട്ട് ദൈവം അങ്ങനെ വെച്ചിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മനുഷ്യനും ദൈവത്തിന്റെ സന്നിധിയിൽ എക്സ്ക്യൂസ് പറയാതിരിക്കേണ്ടതിന് തന്നെ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികൾ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ, എക്സ്ക്യൂസ് പറയാതിരിക്കേണ്ടതിന് തന്നെ. എന്നിട്ട് അത് ദൈവത്തെ ഇവർ അറിഞ്ഞതാണ്, ദൈവത്തെ അറിയാത്തവരല്ല. ദൈവത്തെ അറിഞ്ഞിട്ട് അവരെന്താണ് ചെയ്യുന്നത്? അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി തീർന്നു. എന്നാൽ ഈ ഭൂമിയിലെ ജ്ഞാനികൾ എന്ന് പറയുന്ന വ്യക്തികൾ, ദൈവമില്ല എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അവർ ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവരാരാണ്? ദേ ആർ ഫൂൾസ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഫൂൾ എന്ന് പറയുന്ന ദൈവമില്ലെന്ന് പറയുന്ന മനുഷ്യനാണ്. കാരണം ഒരു ഫൂളിന് മാത്രമേ ദൈവമില്ലെന്ന് പറയാൻ കഴിയത്തുള്ളൂ. കാരണം ലോകത്തിൽ അത് വളരെ ക്ലിയർ ആണ്. ഈ യുക്തിവാദവും ഈ നിരീശ്വരവാദവും ഒക്കെ ഫൂളിഷ്നെസ് ആണ്. ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിലല്ലെങ്കിലും ഫൂൾസ് ആണ് അവർ. കാരണം ദൈവമുണ്ട് എന്നും ഇതിന്റെ പുറകിൽ ദൈവം പ്രവർത്തിക്കുന്നു എന്നും വളരെ ക്ലിയർ ആയിട്ട് അറിയാം, ഏതൊരു മനുഷ്യനും അറിയാം. ഇത് ദൈവം ഇങ്ങനെ വെച്ചിരിക്കുന്നത് എല്ലാ മനുഷ്യർക്കും എക്സ്ക്യൂസ് നഷ്ടപ്പെടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇവർ ദൈവത്തെ അറിഞ്ഞിട്ടും ആ ദൈവത്തെ പറ്റി അന്വേഷിക്കുകയോ ഇല്ലെങ്കിൽ ദൈവത്തെ പറ്റി അറിയാൻ ശ്രമിക്കുകയോ ദൈവമെന്നോർത്ത് അവന് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ ഇരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവരുടെ ഹൃദയം ഇരുണ്ടുപോകുന്നു. ഇത് രക്ഷിക്കപ്പെടുന്നതിനെ പറ്റിയല്ല ഇവിടെ പറയുന്നത്. ദൈവത്തെ
അറിഞ്ഞ് ദൈവത്തോട് റെസ്പോണ്ട് ചെയ്യാനായിട്ട് ഇവൻ ശ്രമിക്കാതെ ഇവൻ തന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുമ്പോൾ അവരുടെ ഹൃദയം ഇരുണ്ടുപോകുന്നു. അങ്ങനെ നന്ദി കാണിക്കാത്ത മനുഷ്യന്റെ ഹൃദയം ഇരുണ്ടുപോകുമ്പോൾ അവന്റെ വീഴ്ചയാണ് 1, 2, 3, 4 എന്ന് പറഞ്ഞുള്ള സ്റ്റെപ്പുകളായിട്ട് താഴേക്ക് പറയുന്നത്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, അത് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ആദ്യം അവൻ ദൈവത്തിന്റെ തേജസ്സിനെ പക്ഷി മൃഗം എന്ന രീതിയിലേക്ക് മാറ്റി. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? ദൈവം അവരെ അശുദ്ധിയിൽ ഏൽപ്പിച്ചു. 24-ാമത്തെ വാക്യം. വീണ്ടും മുമ്പോട്ട് പോകുമ്പോൾ ദൈവം അവരെ 26-ാമത്തെ വാക്യം അവരെ അപമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു. 28-ാമത്തെ വാക്യത്തിൽ അവരെ പറ്റി പറയാണ്, അവർ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. ഇങ്ങനെ ഇവരെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഇവർ വീണ്ടും 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 അകന്നു പോകുന്നു. ഇങ്ങനെ ഇവർ കണ്ടിന്യൂസ് ആയി ഈ പറഞ്ഞിരിക്കുന്ന പാപങ്ങളെല്ലാം ചെയ്യുന്നു. എന്നിട്ട് ഇതിന്റെ തുടക്കം എവിടുന്നാണ്? തുടക്കം യഥാർത്ഥത്തിൽ ഇവർക്ക് ദൈവം വെളിപ്പെടുത്തിയതിനോട് ഇവർ റെസ്പോണ്ട് ചെയ്യാത്തതുകൊണ്ടാണ്. ഇതാണ് 1-ാമത്തെ അധ്യായത്തിൽ പൗലോസ് പറയുന്നത്. സകല ജാതികളും എക്സ്ക്യൂസ് ഇല്ലാതെ വണ്ണം ദൈവത്തിന്റെ മുമ്പിൽ അക്കൗണ്ടബിൾ ആണ്. ഒരൊറ്റ വ്യക്തിക്കും ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്നിട്ട് നേരെ നിൽക്കാൻ കഴിയാത്തതിന്റെ കാരണം ദൈവം അവനെ ദൈവത്തെ പറ്റി ഈ ഭൂമിയിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് 1-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. 2-ാമത്തെ അധ്യായത്തിൽ വേറൊരു കൂട്ടരെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അവരാരാണെന്നറിയാമോ? ആദ്യത്തേത് ലോകത്തിലെ ജാതികളാണെങ്കിൽ 2-ാമത്തേത് യഹൂദൻ, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ യഹൂദരല്ലെങ്കിലും ഈ തിരുവെഴുത്തുകൾ അറിയുന്ന വ്യക്തികൾ, ദൈവത്തെ പറ്റി അറിയുന്ന വ്യക്തികൾ, ദൈവത്തിന്റെ യഥാർത്ഥ വെളിപ്പാട് ലഭിച്ചിരിക്കുന്ന വ്യക്തികളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അവരുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? 2-ാമത്തെ അധ്യായത്തിന് 1-ാമത്തെ വാക്യം. അതുകൊണ്ട് വിധിക്കുന്ന ഏതു മനുഷ്യനായുള്ളവരെ നിനക്ക് പ്രതിവാദം പറയാനില്ല, അങ്ങനെ വിധിക്കുന്നത് നീ നിന്നെ തന്നെ കുറ്റപ്പെടുത്തി. ഇവിടെ പറയുകയാണ്, therefore you also have no excuse. 2-ാമത്തെ കൂട്ടർക്കും എക്സ്ക്യൂസ് ഇല്ല. ദൈവവചനം അറിയുന്ന വ്യക്തികൾക്ക്, ദൈവത്തെ യഥാർത്ഥത്തിൽ അറിയുന്ന വ്യക്തികൾക്കും എക്സ്ക്യൂസ് ഇല്ലാതെ ഇരിക്കുന്നതിന്റെ കാരണം ഇവരുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇവരാദ്യമേ ഇവിടെ പറയാണ്, ഇവർ മറ്റുള്ളവരെ വിധിക്കുന്നവരാണ്. എന്തിനാണ് ഇവർ വിധിക്കുന്നത്? ഇവർ വിധിക്കുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് കുറെ എക്സ്റ്റേണൽ ആയിട്ട് ഇവരുടെ ചില കാര്യങ്ങൾ ശരിയാണ്. അതാണ് താഴേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്നത്. പക്ഷെ ഇവരുടെയും ഹൃദയത്തിന് വ്യത്യാസമൊന്നുമില്ല. ഇവരും ഇതേ പാപങ്ങൾ തന്നെ ഉള്ളിൽ ചെയ്യുന്നവരാണ്. ഇവര് പുറമെ കുറെ റിച്വൽസ് മാത്രം ചെയ്യുന്ന വ്യക്തികളാണ്. എന്നിട്ട് 2-ാമത്തെ കൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തേത് ഈ ലോകത്തിലെ ദൈവത്തെ പറ്റിയോ യഥാർത്ഥ സുവിശേഷം കേട്ടിട്ടില്ലാത്ത ജാതികൾക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ എക്സ്ക്യൂസ് ഇല്ല എങ്കിൽ, 2-ാമത് ഈവൻ ദൈവസഭയിലുള്ള വ്യക്തികൾക്കും ദൈവത്തിന്റെ മുമ്പിൽ എക്സ്ക്യൂസ് ഇല്ല. ഇവരുടെ എക്സ്റ്റേണൽ കാര്യങ്ങൾ കൊണ്ടൊന്നും ദൈവത്തിന്റെ സന്നിധിയിൽ എക്സ്ക്യൂസ് പറയാനായിട്ട് ഇവർക്ക് കഴിയില്ല. താഴേക്ക് വരുമ്പോൾ അതാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഒരു കൺക്ലൂഷനാണ് അതിന്റെ 28-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. 2-ാമത്തെ അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം. പുറമെ യഹൂദനായവൻ യഹൂദനല്ല, പുറമെ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല, അകമേ യഹൂദനായവൻ യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന പരിച്ഛേദന, അവനും മനുഷ്യരാലല്ല ദൈവത്താൽ തന്നെ പോയിട്ടായിരിക്കും. ഇവിടെ പറയുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സ്റ്റേണലായിട്ട് ഒരു സഭയിൽ വരികയും ആ സഭയുടെ എല്ലാ കാര്യങ്ങളും, ഇത് ഞാൻ ഈ പറയുന്ന യഹൂദൻ എന്നുള്ളത് ഇപ്പോഴത്തെ കാലത്തിലേക്ക് കൊണ്ടുവരികയാണ്, എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ഒരു സഭയുടെ എല്ലാ റിച്വൽസും പാലിക്കുകയും എല്ലാം ചെയ്തിട്ടും ഇവന്റെ ഹൃദയത്തിൽ യഥാർത്ഥത്തിൽ പരിച്ഛേദന വന്നിട്ടില്ല എങ്കിൽ ഇവനും മറ്റവനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. യാതൊരു വ്യത്യാസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യത്യാസവുമില്ലെന്നാണ് പറയുന്നത്. അതാണ് താഴേക്ക് വരുമ്പോൾ പറയുന്നത്. എന്നാൽ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഈ സഭയിൽ വരുന്നതുകൊണ്ട്, ഈ സഭയുടെ കുറെ റിച്വൽസ് നമ്മൾ ചെയ്യുന്നതുകൊണ്ട്, നമ്മൾ കുറെ എക്സ്റ്റേണൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, അന്നത്തേത് അവരുടെ ജഡത്തുള്ള പരിശോധനയായിരുന്നു, ഇന്ന് നമുക്ക് കുറെ എക്സ്റ്റേണൽ കാര്യങ്ങൾ ചെയ്യാം. എന്തും വേണമെങ്കിൽ ചെയ്യാം. അത് വേണമെങ്കിൽ സ്നാനമായിരിക്കാം, ഇല്ലെങ്കിൽ നമ്മൾ പാട്ട് പാടുന്നതായിരിക്കാം, പ്രാർത്ഥിക്കുന്നതായിരിക്കാം. ഒരു സഭയുടെ എക്സ്റ്റേണൽ റിച്വൽസിലെല്ലാം പങ്കെടുത്തിട്ട് നമ്മൾ അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ അക്സെപ്റ്റബിൾ ആകുന്നു എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ദൈവം പറയാണ്, നീയും ഈ ലോകത്തിലെ ഈ കൊലപാതകം, ഈ പറഞ്ഞിരിക്കുന്ന റോമാലേഖനം 2-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കൊടിയ പാപങ്ങൾ ചെയ്യുന്ന വ്യക്തിയും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. അവിടെ നമ്മൾ റോമാലേഖനം 1-ാമത്തെ അധ്യായം വായിച്ചു കഴിഞ്ഞാൽ അവരുടെ പാപങ്ങൾ മനസ്സിലാവുന്നു. അത് ഹോമോസെക്ഷാലിറ്റി ഉണ്ട്, കൊലപാതകമുണ്ട്, ഒരുപാട് പാപങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഇതൊന്നും ചെയ്യാത്ത ഒരു വ്യക്തിയാണ് 3-ാമത്തെ അധ്യായത്തിലുള്ളത്, 2-ാമത്തെ അധ്യായത്തിലുള്ളത് പുറമെ. പക്ഷെ ഇവന്റെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഇവന്റെയും ഹൃദയത്തിന് പരിച്ഛേദന വന്നിട്ടില്ല. അവൻ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ആത്മാവിനാൽ പരിച്ഛേദന വരാത്തത് കൊണ്ട് ദൈവം പറയാണ് ഇത് തമ്മിൽ യാതൊരു വ്യത്യാസമില്ല.
പലർക്കും തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട്, ഇല്ലെങ്കിൽ ജനിച്ചു വളരുമ്പോൾ തന്നെ ചില കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ട്, ഞാൻ ഈ പറഞ്ഞ പോലെ വ്യഭിചാരം ചെയ്തിട്ടില്ല, കൊലപാതകം ചെയ്തിട്ടില്ല, ഇന്നത് ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കാം എന്നൊരു വ്യക്തി വിചാരിക്കുന്നുണ്ടെങ്കിൽ അവനെ പോലത്തെ ഫൂള് വേറെയില്ല. ദൈവം പറയാണ്, നീയും അവനും തമ്മിൽ ഒരു വ്യത്യാസവുമില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു വ്യത്യാസവുമില്ല. കാരണം അവന്റെയും ഹൃദയത്തിന് പരിശോധന വന്നിട്ടില്ല, നിന്റെയും ഹൃദയത്തിന് പരിശോധന വന്നിട്ടില്ല. അവൻ പുറത്ത് കുറെ കാര്യങ്ങൾ പാപം ചെയ്യുന്നു, നീ പുറത്ത് കുറെ കാര്യങ്ങൾ പാപം ചെയ്യുന്നില്ല. ഇത് തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല എന്ന് ദൈവവചനം വളരെ ക്ലിയർ ആയിട്ട് വേണം. ഞാൻ അതിന്റെ വാക്യങ്ങളിലേക്ക് പോകുന്നില്ല, നിങ്ങൾക്ക് അത് വീട്ടിൽ പോയിട്ട് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരു വ്യത്യാസവുമില്ല. അതാണ് രണ്ടാമത്തെ അധ്യായത്തിൽ. അന്നേരം ഒന്നാമത്തെ അധ്യായത്തിൽ സുവിശേഷത്തിനെ പറ്റി പറഞ്ഞിട്ട് സകല ജാതികളും ദൈവത്തിന് മുമ്പിൽ അക്കൗണ്ടബിൾ ആണ്, എക്സ്ക്യൂസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ അധ്യായത്തിൽ ഇനി സഭയിൽ വരുന്ന നിങ്ങൾക്കും, നിങ്ങൾ യഥാർത്ഥത്തിൽ ഹൃദയപരിച്ഛേദന ഉണ്ടായവരല്ലെങ്കിൽ, യഥാർത്ഥത്തിൽ വീണ്ടും ജനനം നടന്നിട്ടില്ല എങ്കിൽ, ഞാൻ ഇതൊക്കെ പല പ്രാവശ്യം മുമ്പ് എന്താണ് വീണ്ടും ജനനം എന്നുള്ളതൊക്കെ പറഞ്ഞുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. വീണ്ടും ജനനം നടന്നിട്ടില്ല എങ്കിൽ ഒരു എക്സ്ക്യൂസും നിങ്ങൾക്കും പറയാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്നിട്ട് എക്സാക്ട്ലി ഒരു വ്യത്യാസവുമില്ലാതെ നിങ്ങളെ അതേപോലെ തന്നെ ദൈവം ജഡ്ജ് ചെയ്യും എന്നാണ് പറയുന്നത്. കാരണം അതിന്റെ കാരണം റോമാലേഖനം 2-ാമത്തെ അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്, ദൈവത്തിന് മുഖപക്ഷം ഇല്ല. അതിന്റെ 9-ാമത്തെ വാക്യം 2:9, 2:9, 10, 11. 11-ാമത്തെ വാക്യത്തിൽ പറയാണ്, ഫോർ ദർ ഈസ് നോ പാർഷ്യാലിറ്റി വിത്ത് ഗോഡ്. അന്നേരം ദൈവത്തിന് പാർഷ്യാലിറ്റി ഇല്ല. ദൈവം സഭയിൽ വരുന്നതുകൊണ്ട്, സ്നാനപ്പെട്ടതുകൊണ്ട്, എക്സ്റ്റേണലി കുറെ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട്, ഇനി ദശാംശം കൊടുക്കുന്നതുകൊണ്ട്, റെഗുലറായിട്ട് പ്രാർത്ഥിക്കുന്നതുകൊണ്ട്, ഇതൊന്നും കൊണ്ടും ഒരു വ്യക്തി മറ്റുള്ള വ്യക്തിയേക്കാൾ മെച്ചമല്ല എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. ഇത് ചെയ്യേണ്ട കാര്യമുണ്ട്, പക്ഷെ അത് ഹൃദയപരിച്ഛേദന വന്നതിന് ശേഷം ഉള്ളിൽ നിന്ന് ചെയ്യേണ്ടതാണ്. ഞാൻ ഈ പറഞ്ഞതിലെ ചില കാര്യങ്ങൾ. അന്നേരം ഞാൻ പറഞ്ഞത്, ഇത് ഹൃദയപരിച്ഛേദന വരുന്നില്ല എങ്കിൽ ഇവര് രണ്ടുപേരും തമ്മിൽ ഒരു വ്യത്യാസമില്ല, രണ്ടുപേരും ഒരു കാറ്റഗറിയിലാണ്. 3-ാമത്തെ അധ്യായത്തിൽ ഇത് കൺക്ലൂഡ് ചെയ്യാണ്. എങ്ങനെയാണ് ഇവർ രണ്ടുപേരും ഒരേപോലെ പാപത്തിന്റെ കീഴിലാകുന്നത്? അതിന്റെ 9-ാമത്തെ വാക്യം, ആകയാൽ എന്ത് നമുക്ക് വിശേഷതയുണ്ടോ? അശേഷമില്ല. യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിന് കീഴാകുന്നു എന്ന് നാം മുമ്പേ തെളിയിച്ചു. ഇവിടെ പറയുകയാണ്, ആകയാൽ എന്ത്? ആർ വി ബെറ്റർ ദാൻ ദേ? നമുക്ക് മറ്റുള്ളവരെക്കാൾ വിശേഷതയുണ്ടോ? നമുക്ക് ഇന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്, പൗലോസ് ഉദ്ദേശിക്കുന്നത്, എക്സ്റ്റേണലി കുറച്ച് കാര്യങ്ങൾ ചെയ്ത് യഥാർത്ഥത്തിൽ ഹൃദയപരിച്ഛേദന വരാത്ത മനുഷ്യ, നീയും പുറത്തുള്ള ജാതിയും തമ്മിൽ എന്തെങ്കിലും വിശേഷതയുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ കഴിയാത്തത് എക്സ്റ്റേണൽ പരീശന്മാർക്കാണ്. പാപത്തിന്റെ കീഴിലാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നത് ശരിക്കും പാപികൾക്ക് ആണ്. എന്നാൽ പരീശന്മാർക്ക് ഇത് തിരിച്ചറിയാൻ കഴിയത്തില്ല. പക്ഷെ ദൈവം വളരെ വ്യക്തമായിട്ട് പറയാണ്, ആർ വി ബെറ്റർ ദാൻ ദേ? നോ. അവിടെ പറയാണ്, അശേഷമില്ല. യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിന്റെ കീഴിലാകുന്നുള്ളൂ. പിന്നീട് പഴയ നിയമത്തിലെ കൊട്ടേഷൻ പൗലോസ് എടുക്കാൻ, എല്ലാം എടുക്കാനായിട്ട് സമയമില്ല. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായിട്ട് തോന്നും. അങ്ങനെ ദൈവത്തിന്റെ മുമ്പിൽ ഈ കാര്യങ്ങൾ കൊണ്ട് ചില രക്ഷിക്കപ്പെട്ടതിന് ശേഷവും ഇങ്ങനൊക്കെ മനസ്സിൽ ചിന്തിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ മറ്റുള്ളവരുടെ അത്രയും പാപമൊന്നും ചെയ്തിട്ടില്ല. ഒരു വ്യത്യാസവുമില്ല ദൈവത്തിന്റെ സന്നിധിയിൽ, ഒരു വ്യത്യാസവുമില്ല. അതിന്റെ കാരണം താഴേക്ക് വരുമ്പോൾ പറയാണ്, അതിന്റെ 23-ാമത്തെ വാക്യത്തിൽ പറയാണ്, ഒരു വ്യത്യാസവും അത് കൺക്ലൂഡ് ചെയ്യാണ്. എല്ലാവരും പാപം ചെയ്ത് ഇവിടെ പറയാണ്, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെട്ടവരായി തീർന്നു. ഫോർ ഓൾ ഹാവ് സിൻഡ് ആൻഡ് ഫോൾ ഷോർട്ട് ഓഫ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. നമ്മൾ പല പ്രാവശ്യം ഇത് പറഞ്ഞിട്ടുള്ളതാണ്. എല്ലാവരും പാപികളാകുന്നത് ഒരൊറ്റ സ്റ്റാൻഡേർഡിന്റെ പുറത്താണ്. എന്ത് സ്റ്റാൻഡേർഡാണത്? ദൈവത്തിന്റെ ഗ്ലോറി എന്ന സ്റ്റാൻഡേർഡ്. ദൈവത്തിന്റെ തേജസ്സിന്റെ അവിടെ നിന്ന് വീഴ്ച പറ്റിയ എല്ലാവരും ഒരുപോലെ പാപികളാണ്. ആ പാപത്തിന് ഏറ്റക്കുറച്ചിൽ മനുഷ്യന്റെ ദൃഷ്ടിയിൽ മാത്രമേ ഉള്ളൂ. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നീ വീണതാണോ എന്നുള്ളതാണ്. നേരെ ദൈവത്തെ പോലെ വിശുദ്ധനല്ലാത്ത എല്ലാവരും പാപികളാണ്. ദൈവത്തിന്റെ തേജസ്സിൽ നിന്ന് വീണുപോയ എല്ലാവരും പാപികളാണ്. എന്താണ് ദൈവത്തിന്റെ തേജസ്സിന്റെ യഥാർത്ഥത്തിലുള്ള വെളിപ്പാട്?
ദൈവത്തിന്റെ തേജസ് വചനം ജഡമായി ഈ ഭൂമിയിൽ വരികയും ദൈവത്തിന്റെ തേജസ്സിനെ വെളിപ്പെടുത്തുകയും ചെയ്ത ഒരു വ്യക്തി ഈ ഭൂമിയിൽ വന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ എപ്പോഴും വായിച്ചിട്ടുള്ളത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. 1-ാമത്തെ അധ്യായം 1-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. വചനം ജഡമായി തീർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഈ ഭൂമിയിൽ ജഡശരീരത്തിൽ വന്നു എന്നാണ്. ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു എന്നിട്ട് പറഞ്ഞിട്ട് പറയാണ് വചനം ജഡമായി തീർന്നു. ദൈവം ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് വന്നു. എന്നിട്ട് എന്താണ് കാണിച്ചു തന്നത്? കൃപയും സത്യം നിറഞ്ഞവനായി ഞങ്ങളുടെ ഇടയിൽ പാർത്തു. അവിടെ പറയുകയാണ് ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്നുള്ളവന്റെ ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. അതായത് ദൈവത്തിന്റെ തേജസ്സിനെ ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ വന്ന് വെളിപ്പെടുത്തി. ആ വ്യക്തിയാണ് യേശുക്രിസ്തു. യേശുക്രിസ്തുവാണ് ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് ഈ ഭൂമിയിൽ മനുഷ്യന്റെ പാപം അളക്കണമെങ്കിൽ. അന്നേരം മനുഷ്യൻ പാപിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ഈ വീഴ്ച വന്ന 2-3 പേരുടെ തമ്മിലുള്ള പാപങ്ങൾ വെച്ചിട്ടല്ല, ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണ്. അതായത് യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസമുണ്ട് എങ്കിൽ നിങ്ങൾ അത് എത്രയാണ് എന്നുള്ളത് ദൈവത്തിന് വിഷയമല്ല, മനുഷ്യർക്ക് മാത്രമേ ഈ കാര്യങ്ങൾ വിഷയമുള്ളൂ. ഇത് സുവിശേഷത്തിന്റെ ക്ലാരിറ്റി ഒരു വ്യക്തിക്ക് മനസ്സിലാകാത്തതുകൊണ്ട് പലരും യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെടാറില്ല. രക്ഷിക്കപ്പെട്ടതിന് ശേഷവും ഇവരുടെ ജീവിതത്തിലെ കണ്ടിന്യൂസ് ദൈവത്തിന്റെ സന്നിധിയിൽ തന്നെത്താൻ താഴ്ത്താൻ പറ്റാത്തതിന്റെ കാരണവും ഇതാണ്. ദൈവം പറഞ്ഞിരിക്കുകയാണ് യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തിൽ നിന്നൊരുത്തൻ വീണു അവനിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ കൊലപാതകയാണോ വ്യഭിചാരിയാണോ എന്നുള്ളതല്ല അവിടുത്തെ വിഷയം. യു ആർ എ സിന്നർ. അങ്ങനെ എല്ലാവരും ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിൽ നിന്ന് വീണുപോയി. റോമാലേഖനം 3-ാമത്തെ അധ്യായത്തിൽ അത് വെളിപ്പെടുത്താനായിട്ട് ദൈവം കൊടുത്ത സ്റ്റാൻഡേർഡിനെ പറ്റിയും പറയുന്നുണ്ട്. ന്യായപ്രമാണം കൊടുത്തതിന്റെ കാരണം അതിന്റെ 19-20 വാക്യം പറയാണ്. ന്യായപ്രമാണം പറയുന്നത് എല്ലാ ന്യായപ്രമാണത്തിന് കീഴുള്ളവരോട് പ്രസ്താവിക്കുന്നു നാം അറിയുന്നു. അങ്ങനെ ഏതു വായും അടഞ്ഞ് സർവ്വലോകവും ദൈവത്തിന്റെ സന്നിധിയിൽ ശിക്ഷായോഗ്യരാക്കി തീരേണ്ടതിനാണ്. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ അല്ലെങ്കിൽ ദൈവം ന്യായപ്രമാണം കൊടുത്തപ്പോൾ ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഒരൊറ്റ വ്യക്തിയെങ്കിലും ദൈവത്തിന്റെ സന്നിധിയിൽ പോയി വാ തുറക്കാനായിട്ട് പാടില്ല. എല്ലാ വ്യക്തികളെയും വായടച്ച് അവൻ ശിക്ഷാവിധിക്ക് യോഗ്യനാണെന്ന് പ്രൂവ് ചെയ്യാനായിട്ടാണ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നിട്ട് ജീവിച്ചത്. ആരെങ്കിലും ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങൾ മറ്റുള്ളവരെക്കാൾ ബെറ്ററാണ്, അതാണ് പൗലോസ് ചോദിക്കുന്നത്. ആകയാൽ എന്ത് ആർ വി ബെറ്റർ ദാൻ ദേ? നമുക്ക് മറ്റുള്ളവരെക്കാൾ എന്തെങ്കിലും അഡ്വാൻറ്റേജ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ടോ നമ്മുടെ റിലീജിയസ് ഒബ്സർവൻസ് കൊണ്ടോ ഉണ്ട് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ദൈവം പറയാണ് ഒരു വ്യത്യാസമില്ല, നീയും അവനും സ്റ്റാൻഡേർഡിൽ നിന്ന് വീണുപോയവരാണ്, അതുകൊണ്ട് യു ആർ സിന്നർ. പക്ഷെ അവിടെ വെച്ച് തീരുന്നില്ല. അതിനൊരു സൊല്യൂഷൻ കർത്താവ് പറയാണ് 23-ന്റെ 24-25 വാക്യങ്ങൾ. അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിൽ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ പുറമയിൽ മുൻകഴിയ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുന്ന തന്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനുമാകേണ്ടതിന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ അങ്ങനെ ചെയ്തത്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് എല്ലാവരെയും പാപത്തിന് കീഴടച്ചു, എല്ലാവരുടെയും വായും അടച്ചു. യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിൽ കൊണ്ടുവന്നു. ഒരു മനുഷ്യനായി യേശുക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യന്റെ എല്ലാ ലിമിറ്റേഷനിലും ജീവിച്ച് മനുഷ്യനെ ബോധ്യപ്പെടുത്തി കൊടുത്തു. ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് ഇതാണ് എന്ന് പറഞ്ഞ് എല്ലാവരുടെയും വായടച്ചുക കളയുക മാത്രമല്ല കർത്താവ് ചെയ്തത്. എന്ത് ചെയ്തു? അതിന്റെ സൊല്യൂഷനോട് കൊടുത്തു. അതേ മനുഷ്യനെ, പാപമില്ലാത്ത യേശുക്രിസ്തുവിനെ, പാപത്തിന് പകരമായി അവന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി മരിച്ചു എന്ന് മാത്രമല്ല, ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. എന്നിട്ട് ദൈവം പറഞ്ഞിരിക്കുകയാണ്, ദൈവം തന്റെ നീതിയെ പ്രദർശിപ്പിക്കാനായിട്ട്, ഗോഡ് ഈസ് റൈച്ചസ് എന്ന് പ്രദർശിപ്പിക്കാനായിട്ട് ദൈവം ഇത് ചെയ്തു. അവനിൽ വിശ്വസിക്കുന്നവനെ ദൈവം റൈച്ചസ് ആയിട്ട് കണക്കിടും. അന്നേരം രക്ഷിക്കപ്പെടുവാനായിട്ട് ഈ ഒരു ഒറ്റ മാർഗത്തിലേക്ക്, അന്നേരം പാപിയാണ് എന്ന യഥാർത്ഥത്തിൽ ബോധ്യമുള്ളവൻ. അതുകൊണ്ടാണ് ഈ സുവിശേഷം യഥാർത്ഥത്തിൽ പ്രസംഗിക്കപ്പെടുമ്പോൾ പാപത്തെപ്പറ്റി ബോധ്യം വന്നിട്ട് ദൈവത്തിന്റെ ഗ്ലോറി കണ്ട്
ഞാൻ എത്രത്തോളം അതിൽ നിന്ന് വീണവനാണെന്ന് മനസ്സിലാക്കി മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിലേക്ക് ഒരു വ്യക്തി വിശ്വസിക്കുമ്പോൾ, യേശുവിനെ ആ വ്യക്തി കർത്താവായിട്ട് സ്വീകരിക്കുമ്പോൾ, ദൈവം അവന്റെ പാപത്തിന്റെ ശിക്ഷ ലീഗലി കർത്താവിന്റെ മുകളിലിട്ടു. അതുകൊണ്ട് അവൻ ദൈവത്തിന്റെ നീതി പ്രകാരം തന്നെ ദൈവസന്നിധിയിലേക്ക് അവന് പ്രവേശനം ലഭിക്കുന്നു. ഇതാണ് സുവിശേഷത്തിന്റെ ബേസിക് കണ്ടന്റ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, അവൻ വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. നേരം യേശുക്രിസ്തുവുള്ള വിശ്വാസത്താലാണ് ഒരു വ്യക്തി നീതീകരിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് 27-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ആകയാൽ പ്രശംസ എവിടെ? അത് പോയി ഏതു മാർഗത്താൽ? കർമ്മമാർഗത്താലോ അല്ല, വിശ്വാസമാർഗത്താൽ തന്നെ. അവിടെ പറഞ്ഞിരിക്കുകയാണ്, യേശുക്രിസ്തുവുള്ള വിശ്വാസം എന്നുള്ള ഒറ്റ കാര്യം കൊണ്ടേ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഒരു വ്യക്തിക്ക് പ്രവേശനമുള്ളൂ. ആ അതുകൊണ്ട് ഒരു മനുഷ്യനും രക്ഷിക്കപ്പെട്ടതിന് ശേഷം, രക്ഷിക്കപ്പെട്ടതിന് മുമ്പോ സ്വന്തം പ്രവൃത്തിയെ പറ്റി പ്രശംസിക്കാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്, എനിക്ക് ക്രൂസിലല്ലാതെ വേറൊന്നിലും പ്രശംസിക്കാനായിട്ടില്ല. മുമ്പോട്ട് പോട്ടെ. അന്നേരം അടുത്തത് 4-ാമത്തെ അധ്യായത്തിൽ, അതിന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ അവസാനത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ദൈവം ഇങ്ങനെ വിശ്വാസത്താലാണ് നീതീകരിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് ന്യായപ്രമാണത്തിനെതിരാണോ എന്നാണ് ചോദിക്കുന്നത്. 34-ാമത്തെ വാക്യം, ആകയാൽ നാം വിശ്വാസത്താൽ ന്യായപ്രമാണത്തെ ദുർബലമാക്കുകയാണോ? ഒരു നാളുമല്ല, നാം ന്യായപ്രമാണത്തെ ഉറപ്പിക്കുക അത്രേ ചെയ്യുന്നത്. ഇതിന്റെ 4-ാമത്തെ അധ്യായത്തിന്റെ ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല. നമ്മൾ ഗലാത്യലേഖനം എടുത്തപ്പോൾ എന്താണ് വിശ്വാസത്താലുള്ള നീതീകരണം എന്നുള്ളത് പറഞ്ഞാണ്. വിശ്വാസത്താലുള്ള നീതീകരണവും പുതിയ നിയമത്തിലെ മെസ്സേജ് അല്ല, അത് പഴയ നിയമത്തിലെ മെസ്സേജ് തന്നെയാണ്. അബ്രഹാം നീതീകരിക്കപ്പെട്ടത് വിശ്വാസത്താലാണ്. ഹാബേൽ മുതലുള്ള വ്യക്തികൾ നീതീകരിക്കപ്പെട്ടത് വിശ്വാസത്താലാണ്, ന്യായപ്രമാണത്താലല്ല എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അബ്രഹാം ന്യായപ്രമാണം വരുന്നതിന് മുമ്പേ അബ്രഹാം നീതീകരിക്കപ്പെട്ടു, അത് വിശ്വാസത്താലാണ് എന്നുള്ളത്. വിശ്വാസത്താൽ എങ്ങനെ ഒരു വ്യക്തിക്ക് ജസ്റ്റിഫൈഡ് ആവാം എന്നുള്ളതാണ് 4-ാമത്തെ അധ്യായത്തിൽ മുഴുവനും ദൈവവചനം എഴുതിയിരിക്കുന്നത്. അടുത്തത് 5-ാമത്തെ അധ്യായം, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട വ്യക്തിക്കുള്ള അതിനുള്ള നീതീകരണത്തിന്റെ ഫലം, റൈറ്റ്സ്. ആ നീതീകരിക്കപ്പെടുമ്പോൾ എന്താണ് നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത്. 5-ാമത്തെ അധ്യായത്തിൽ 1-2 വാക്യങ്ങൾ. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ദൈവത്തോട് സമാധാനമുണ്ട്. വി ഹാവ് പീസ് വിത്ത് ഗോഡ്. ദൈവവുമായിട്ട് ഏതൊരു കഠിന പാപിക്കും യേശുക്രിസ്തുവിന്റെ രക്തം മൂലം ദൈവവുമായിട്ട് സമാധാനത്തിലേക്ക് ആ വ്യക്തി വരുന്നു. ആ വ്യക്തി വന്നു കഴിയുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുകയാണ്, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിക്കുന്നു. നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തി ദൈവത്തിന്റെ കൃപയിലേക്ക് ആ വ്യക്തി പ്രവേശിക്കപ്പെടുകയാണ്. അതാണ് കർത്താവ് ദൈവനം വിശദീകരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ പറയാണ് 8, 9, 10 വാക്യങ്ങൾ. പത്താമത്തെ വാക്യം, ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ശത്രുക്കളായിരിക്കുമ്പോൾ, ദൈവമായിട്ട് എനിമിയായിരിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ, അവന്റെ പുത്രന്റെ രക്തത്താൽ നമുക്ക് ദൈവത്തോട് നിരപ്പ് വന്നു. ശരിക്കും ഗോസ്പൽ, സുവിശേഷത്തിന്റെ ആദ്യത്തെ മെസ്സേജ് സുവിശേഷം പറയുന്നതാണ്. നമ്മൾ പലപ്പോഴും എടുത്തുള്ള വാക്യങ്ങളിലേക്ക് പോകുന്നില്ല. പൗലോസ് അതുകൊണ്ടാണ് കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ ക്രിസ്തുവിന്റെ സ്ഥാനാപതികളായി നിന്നുകൊണ്ട് നിങ്ങളോട് അപേക്ഷിക്കുന്നു, ദൈവത്തോട് നിരന്നുകൊള്ളുവിൻ. ദൈവമായിട്ട് ശത്രുവായിരിക്കുന്ന വ്യക്തി എത്ര വിശുദ്ധനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, എത്ര എക്സ്റ്റേണൽ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും അവന് ദൈവമായിട്ടുള്ള ശത്രുത്വത്തിൽ മാറത്തില്ല. അതിന് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ അവനെ നിരപ്പിച്ചു. ആ നിരപ്പിന്റെ വചനം പറഞ്ഞിട്ട് ദൈവം ബാക്കിയുള്ള മനുഷ്യരടുത്ത് പറയാണ്, യേശുക്രിസ്തുവിൽ കൂടി ദൈവത്തോട് നിരന്നുകൊള്ളുവിൻ. നിരന്ന് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നിരന്ന ശേഷം നാം അവന്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. ദൈവമായി നിരന്ന് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ദൈവമായിട്ട് നിരന്ന് കഴിയുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരികയും നമ്മൾ അവന്റെ ജീവനാൽ പിന്നീട് ജീവിക്കാനായിട്ട് തുടങ്ങുകയും ചെയ്യുന്നു. അതാണ് 5-ാമത്തെ അധ്യായത്തിൽ നീതീകരണത്തിൽ കൂടി ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ഫലങ്ങളെ പറ്റിയാണ് പറയുന്നത്. 12 മുതലുള്ള വാക്യത്തിൽ ആദമും
യേശുക്രിസ്തുവും തമ്മിലുള്ള വ്യത്യാസം, ഇല്ലെങ്കിൽ ആദമിൽ കൂടി എന്താണ് വന്നതെന്നും യേശുക്രിസ്തുവിൽ കൂടി എന്താണ് ലഭിച്ചത് എന്നുള്ളതും പറയാണ്. അതായത് ദൈവമായിട്ടൊരു വ്യക്തി നിരന്നു കഴിയുമ്പോൾ അവന്റെ ശിക്ഷാവിധി മാറിപ്പോകുന്നു. മാത്രമല്ല, ഏതൊക്കെ ആദമിലുണ്ടായിരുന്നു അതെല്ലാം യേശുക്രിസ്തുവിൽ കൂടി ഒരു മനുഷ്യൻ റീപ്ലേസ് ആവുന്നു. അതിന്റെ ഓരോന്നായിട്ട് നേരിട്ട് വായിക്കാനായിട്ട് സമയമില്ല. നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ആദമിൽ കൂടി ശിക്ഷാവിധി വന്നെങ്കിൽ യേശുക്രിസ്തുവിൽ കൂടി നീതീകരണം വന്നു. ആദമിൽ കൂടി മരണം വന്നുവെങ്കിൽ യേശുക്രിസ്തുവിൽ കൂടി ജീവൻ വന്നു. ആദമിന്റെ അനുസരണക്കേടിൽ എല്ലാവരും പാപികളായി തീർന്നെങ്കിൽ ഏകനായ യേശുക്രിസ്തുവിന്റെ അനുസരണത്താൽ എല്ലാവരും നീതിമാന്മാരായി തീരും എന്ന് പറഞ്ഞ് ആദമിൽ കൂടി ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ ലഭിച്ച എല്ലാ കാര്യങ്ങളെയും റീപ്ലേസ് ചെയ്യാനായിട്ട് യേശുക്രിസ്തുവിൽ കൂടി കഴിയും. അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ പറയാണ്, ഏകന്റെ ലംഘനത്താൽ ഇവിടെ പറയാണ് ആദമിൽ കൂടി എന്താണ് ഒരു മനുഷ്യനിൽ വാഴ്ച നടത്തിയിരുന്നത് അറിയാമോ? അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഡെത്ത് റെയിൻഡ് ത്രൂ വൺ. നേരം ആദമിലുള്ള എല്ലാ മനുഷ്യരുടെയും മുകളിൽ വാഴുന്ന ഒരു കാര്യം എന്താണ്? മരണമാണ്. അതാണ് പറഞ്ഞത്, അവൻ എത്ര നല്ല പ്രവൃത്തി ചെയ്താലും അത് ഡെഡ് വർക്ക് മാത്രമാണ്. അത് ദൈവത്തിന്റെ സന്നിധിയിൽ വിലയില്ലാത്തതാണ്. എന്നാൽ യേശുക്രിസ്തുവിൽ കൂടി ഒരു വ്യക്തി ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ അവനെ പറ്റി പറയാണ്, അവൻ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം എത്ര അധികമായി ജീവനിൽ വാഴും. 21-ാമത്തെ വാക്യം, പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ. എന്നിട്ട് നമ്മൾ മനസ്സിലാക്കണം, സുവിശേഷത്തിന്റെ റിയൽ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ യേശുക്രിസ്തുവിന്റെ ജീവനാൽ ഈ ഭൂമിയിൽ വാഴാനായിട്ടുള്ളതാണ്, റൂളർ ആവാനായിട്ടാണ്. അല്ല ഇംഗ്ലീഷിൽ എഴുതിയിരിക്കും. ഇംഗ്ലീഷ് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, വിൽ റെയിൻ ഇൻ ലൈഫ് ത്രൂ ദ വൺ ജീസസ് ക്രൈസ്റ്റ്. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി ദൈവത്തിന്റെ ഉദ്ദേശപ്രകാരം റൂളർ ആവണമെന്നാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. അവനൊരു വിക്ടിം ആയിരുന്നുവെങ്കിൽ ഇപ്പോഴവനൊരു വിക്ടോറിയസ് മാൻ ആവണം. ഇതാണ് ദൈവത്തിന്റെ ഉദ്ദേശം. യഥാർത്ഥ സുവിശേഷം അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ, അതുകൊണ്ടാണ് റോമാലേഖനം 1-ാമത്തെ അധ്യായത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, സുവിശേഷത്തെ പറ്റി എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, അത് യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായിട്ട് വ്യാപരിക്കുന്ന ദൈവശക്തിയാണ്. സുവിശേഷത്തിന്റെ മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നുള്ളതല്ല, യേശുക്രിസ്തുവിൽ ആ വ്യക്തിക്ക് ഈ ഭൂമിയിൽ ജീവനിൽ വാഴാമെന്നുള്ളതാണ്. ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഈ സുവിശേഷം പറയാതിരിക്കാനായിട്ട് കഴിയത്തില്ല. ആ വ്യക്തി ആ സുവിശേഷത്തെ പറ്റി ലജ്ജിക്കത്തില്ല. അവന്റെ ജീവിതത്തിലും അത് കാണും, അവനത് മറ്റുള്ളവർക്ക് പറയുകയും ചെയ്യും. ഇത് എക്സ്പീരിയൻസ് ചെയ്യാത്ത വ്യക്തി മറ്റുള്ളവർക്ക് സുവിശേഷം പറയുകയുമില്ല, അവനിത് പറയാൻ ലജ്ജയുമായി തീരും. അവൻ യഥാർത്ഥത്തിൽ സുവിശേഷത്തിന്റെ റിയൽ കണ്ടന്റ് മനസ്സിലാക്കിയിട്ടില്ല, ഇല്ലെങ്കിൽ ആ സുവിശേഷം അവന്റെ ജീവിതത്തിൽ വർക്ക് ചെയ്തിട്ടില്ല. പക്ഷെ സുവിശേഷത്തിൽ പറയുകയാണെങ്കിൽ ആദമിൽ കൂടി എന്തൊക്കെ ഒരു മനുഷ്യനിൽ വാണോ അതെല്ലാം ഓപ്പോസിറ്റ് ആയിട്ട് ജീവനിൽ വാഴാനായിട്ട് സുവിശേഷത്തിന്റെ ശക്തിയാൽ കഴിയും. അതാണ് പൗലോസ് പറയുന്നത്. ഇത്രയുമാണ് 5 അധ്യായത്തിൽ കൂടി പൗലോസ് പറയുന്നത്. ഞാൻ ഈ 5 അധ്യായം പറഞ്ഞത് നിങ്ങൾക്ക് ഇതിന്റെ ഒരു ബേസ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. 6-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെയും 2, 3 വാക്യങ്ങൾ വായിക്കാം. ഇത് റോമർ 6-ന്റെ 6 മുതൽ ഈ കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. 5 വരെ പറഞ്ഞ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ വീണ്ടും ജനനത്തിൽ ഒരു മനുഷ്യനിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളതാണ് റോമർ 6-ൽ വിശദീകരിക്കുന്നത്. ഇതൊരു ട്രഡീഷണൽ ടീച്ചിങ്ങിൽ നിങ്ങൾ കേട്ടിട്ടുള്ളത് റോമർ 6-ാമത്തെ അധ്യായം ജലസ്നാനത്തെ പറ്റി പറയുന്നതാണെന്നാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു വായിച്ചാൽ മനസ്സിലാവും. റോമർ 6 ശ്രദ്ധിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥത്തിൽ വീണ്ടും ജനനത്തിൽ ഒരു വ്യക്തിയിൽ നടക്കുന്ന കാര്യം വിശദീകരിച്ച് പറയുകയാണ്. അതിന്റെ ജലസ്നാനത്തിൽ അതേ കാര്യം നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ജലസ്നാനത്തിൽ സംഭവിക്കുന്ന കാര്യമല്ല റോമൻ 6-ൽ പറയുന്നത്, വീണ്ടും ജനനത്തിൽ സംഭവിക്കുന്നത്. ഇതിനെപ്പറ്റി സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ചോദിക്കാം, ഞാനത് വിശദീകരിക്കാം. എനിക്കത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട സമയമില്ല. എന്താണ് യഥാർത്ഥത്തിൽ വീണ്ടും ജനനത്തിൽ നടക്കുന്നത്?
യഥാർത്ഥത്തിൽ വീണ്ടും ജനത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്നാനം എന്നത് യേശുവിനോട് ചേരുന്ന സ്നാനമാണ്. ഇംഗ്ലീഷിൽ ബാപ്റ്റൈസ് ഇൻ ടു ക്രൈസ്റ്റ് എന്നാണ്. അതായത് ഒരു വ്യക്തി ദൈവവുമായിട്ട് യേശു ക്രിസ്തുവുമായി ചേരുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് റോമർ 6 എഴുതിയിരിക്കുന്നത്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? അവിടെ പറഞ്ഞിരിക്കുകയാണ് അതിന്റെ 6-ാമത്തെ വാക്യം. ഇവിടെ പറയാണ്, നാം ഇനി പാപത്തിന് അടിമയാകാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. റോമാലേഖനം 6 പൗലോസ് ആദ്യമായി ഈ പഴയ മനുഷ്യൻ എന്ന ആളെ പറ്റി പറയുന്നത്. ആരാണ് ഈ പഴയ മനുഷ്യൻ? എന്താണ് ആ പഴയ മനുഷ്യന് സംഭവിച്ചത്? എപ്പോഴാണ് ഈ പഴയ മനുഷ്യൻ ഒരു മനുഷ്യനിൽ വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ഈ പഴയ മനുഷ്യൻ? നമ്മൾ ഈ വാക്യങ്ങളൊക്കെ വായിച്ചു പെട്ടെന്ന് പോകത്തേ ഉള്ളൂ. ഈ പഴയ മനുഷ്യൻ എന്നത് എപ്പോഴാണ് ഈ പഴയ മനുഷ്യൻ ഒരു വ്യക്തിയിൽ വരുന്നത്? പാപം ചെയ്തപ്പോൾ ദൈവവും മനുഷ്യനുമായി സെപ്പറേഷനിലേക്ക് വന്നു. നമുക്കതറിയാം, നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളതാണ്. മനുഷ്യനും ദൈവവുമായി സെപ്പറേഷൻ വന്നപ്പോൾ ദൈവത്തിനും മനുഷ്യനും തമ്മിൽ ഒരു വിടവ് വന്നു എന്ന് മാത്രമല്ല, ദൈവത്തിന്റെയും മനുഷ്യന്റെയും മധ്യേ ഒരു പഴയ മനുഷ്യനും കയറി വന്നു. ആ പഴയ മനുഷ്യനെ ബൈബിളിൽ പല പല വാക്കുകളിൽ പറയുന്നുണ്ട്. ആ പഴയ മനുഷ്യനെ പറ്റി പറയുന്ന ഒരു വാക്കാണ് പഴയ ഹൃദയം. നമ്മൾക്ക് യെഹെസ്കേൽ പ്രവചനം അതിന്റെ 36-ാമത്തെ അധ്യായം 36-ാമത്തെ അധ്യായത്തിന്റെ 25 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മലജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായിത്തീരും. ഞാൻ നിങ്ങളുടെ സകല മലിനതയെയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായ ഹൃദയം. ഇവിടെ പറയാണ്, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. എന്നിട്ട് പറയുന്നത്, കല്ലായിട്ടുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് ആ കല്ലായിട്ടുള്ള ഭാഗം ഹൃദയം ഞാൻ കട്ട് ചെയ്ത് മാറ്റുമെന്നാണ്. ഇതേ കാര്യത്തിനെ പറ്റിയാണ് റോമാലേഖനം 3-ാമത്തെ അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തിൽ ഹൃദയപരിച്ഛേദന എന്ന് പറയുന്നത്. ഈ ഹൃദയപരിച്ഛേദനയാണ് യഥാർത്ഥത്തിൽ പഴയ മനുഷ്യൻ നീക്കപ്പെടുമ്പോൾ നടക്കുന്നത്. എപ്പോഴാണ് ഈ ഹൃദയത്തിൽ ഈ പഴയ മനുഷ്യൻ വന്നത്? പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ മനുഷ്യന്റെ ഉള്ളിൽ വന്ന ഒരു കാര്യമാണ് പഴയ മനുഷ്യൻ എന്നുള്ളത്. ഇതിനെ പഴയ നിയമത്തിൽ അഗ്രചർമ്മം, ഹൃദയത്തിന്റെ അഗ്രചർമ്മം എന്ന് പറയുന്നുണ്ട്. നമുക്ക് ആ വാക്യം വായിക്കാം. പഴയ നിയമത്തിലെ വേറൊരു പ്രവചനം, ആവർത്തന പുസ്തകം അതിന്റെ 30-ാമത്തെ അധ്യായം 30-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിപ്പാൻ തക്കവണ്ണം നിന്റെ ദൈവമായ യഹോവ നിന്റെ ഹൃദയവും നിന്റെ സന്തതിയുടെ ഹൃദയവും പരിച്ഛേദന ചെയ്യും. ഇവിടെ പറയാണ്, നിന്റെ ദൈവമായ യഹോവ നിന്റെ ഹൃദയവും നിന്റെ സന്തതിയുടെ ഹൃദയവും പരിച്ഛേദന ചെയ്യും. ഈ പരിച്ഛേദന എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ എന്താണെന്നുള്ളത്. പരിച്ഛേദന ആദ്യമായിട്ട് എപ്പോഴാണ് കൊടുത്തത്? ദൈവം കൊടുത്തത് പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളത് എപ്പോഴാണ്? അബ്രഹാമിന് എപ്പോഴാണ് കൊടുത്തത്? ഇസ്മായിലിനെ ജനിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അബ്രഹാമിന് കൊടുത്തതാണ് ശരീരത്തിലെ പരിച്ഛേദന. ശരീരത്തിലെ പരിച്ഛേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രചർമ്മം കട്ട് ചെയ്ത് മാറ്റുകയാണ് ശരീരത്തിലെ പരിച്ഛേദന. ഇതേ പരിച്ഛേദന തന്നെ ഹൃദയത്തിന് വരുമ്പോൾ ഹൃദയത്തിലെ ഒരു ഭാഗം ദൈവം കട്ട് ചെയ്തങ്ങ് മാറ്റുകയാണ്. ആ കട്ട് ചെയ്ത് മാറ്റിക്കളയുന്ന ആ ഭാഗത്തിനെയാണ് ദൈവവചനത്തിൽ പഴയ മനുഷ്യൻ എന്ന് പറയുന്നത്. അതേ കാര്യത്തിനെയാണ് ബൈബിളിൽ പഴയ ഹൃദയം എന്ന് പറയുന്നത്. അതേ കാര്യത്തിനെയാണ് ബൈബിളിൽ പഴയ കല്ലായിട്ടുള്ള ഹൃദയം എന്ന് പറയുന്നത്. ഈ പഴയ ഈ കാര്യത്തെ ദൈവം എടുത്തു മാറ്റിയാണ്. ഇതേ കാര്യം ഇതെപ്പോഴാണ് നടക്കുന്നത്? ഇത് മനസ്സിലാക്കണമെങ്കിൽ നമുക്കൊരു വാക്യം. അതേ കാര്യത്തിനെ പറ്റിയാണ് ഇവിടെ പാപ ശരീരം എന്ന് പറയുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഒരേ കാര്യമാണ്. കൊലോസ്യ ലേഖനം അതിന്റെ 2-ാമത്തെ അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ ഈ കാര്യം തന്നെയാണ് പറയുന്നത്. കൊലോസ്യ ലേഖനം 2-ാമത്തെ അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. ഇതേ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന്. ഇംഗ്ലീഷിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബോഡി ഓഫ് ഫ്ലഷ് എന്നാണ്. ഇവിടെ പറയുന്നത് പാപ ശരീരം നീക്കം വരേണ്ടതിന്
കൊലോസ്യലേഖനത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന നടന്നു. ഇതെപ്പോഴാണ് നടന്നത്? അടുത്ത വാക്യത്തിൽ പറയാണ്, 12ാമത്തെ വാക്യം. എപ്പോഴാണ് ഈ ഹൃദയ പരിച്ഛേദന നടന്നത്? എപ്പോഴാണ് നടന്നത്? വീണ്ടും ജനത്തിലാണ് നടന്നത്. അതേ കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്ന. സ്നാനം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനോട് ചേരുന്ന സ്പിരിച്വൽ ബാപ്റ്റിസമാണ്. ദൈവത്തിന്റെ ഹൃദയ പരിച്ഛേദന നടക്കുന്നതിന്റെ കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്ത വാക്യം പറയുന്നത്, അതിക്രമങ്ങളാലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്താലും മരിച്ചിരുന്ന നിങ്ങളെയും അവനോടുകൂടെ ജീവിപ്പിച്ചു. നേരെ ജഡത്തില് അഗ്രചർമ്മം ഉള്ളപ്പോ എന്താണ് സംഭവിക്കുന്നത്? ജഡത്തിൽ അഗ്രചർമ്മമുള്ള മനുഷ്യൻ ആരാണ്? അവിടെ ആ വാക്യത്തിനടുത്ത് ഞാൻ ശ്രദ്ധിക്കണം, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഈ ഹൃദയത്തിൽ ഒരു വ്യക്തിക്ക് അഗ്രചർമ്മം ഉള്ളപ്പോ ആ വ്യക്തി ആരാ? അവൻ മരിച്ചവനാണ്. അങ്ങനെ എഴുതിയിരിക്കുക. അതിക്രമങ്ങളിലും നിങ്ങളുടെ ഹൃദയത്തിന്റെ, നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെ അവനോടുകൂടി ജീവിപ്പിച്ചു. ഇതേ കാര്യം നടക്കാൻ വേണ്ടിയിട്ടാണ് ആവർത്തന പുസ്തകം 30ാമത്തെ അധ്യായത്തിൽ പറഞ്ഞത്, നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുവാൻ തക്കവണ്ണം നിന്റെ ദൈവമായ യഹോവ നിന്റെ ഹൃദയവും നിന്റെ സന്തതിയുടെ ഹൃദയവും പരിശോധന ചെയ്യും. അതായത് ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് ജനിക്കുമ്പോൾ അവന്റെ ഹൃദയത്തിൽ ഒരു അഗ്രചർമ്മവുമായിട്ടാണ് ജനിക്കുന്നത്. അത് പാപ ശരീരം, പഴയ മനുഷ്യൻ എന്നാണ് അതിനെപ്പറ്റി പറയുന്നത്. ആ പഴയ മനുഷ്യനെ ദൈവം വെട്ടി മാറ്റുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, അത് വെട്ടി മാറ്റാത്തിടത്തോളം കാലം ദൈവത്തിന് മനുഷ്യനുമായിട്ട് ഇടപെടാനായിട്ട് കഴിയത്തില്ല. അത് വെട്ടി മാറ്റി കഴിയുമ്പോഴേക്കും അത് സംഭവിക്കുന്നു. ആ ജഡശരീരം ഉരിഞ്ഞു കളയുമ്പോൾ, ഹൃദയത്തിന്റെ അഗ്രചർമ്മം കട്ട് ചെയ്ത് മാറ്റപ്പെടുമ്പോൾ, ഇല്ലെങ്കിൽ ബോഡി ഓഫ് ഫ്ലഷ് റിമൂവ് ചെയ്തപ്പെട്ട് കഴിയുമ്പോഴേക്കും അവനെന്ത് സംഭവിക്കുന്നു? അവൻ ജീവിക്കുന്നു. എഫെസ്യ ലേഖനം 2ാമത്തെ അധ്യായത്തിന് 1ാമത്തെ വാക്യത്തിലും ഇതേ കാര്യമാണ് പറയുന്നത്. ഒരേ കാര്യം തന്നെ പല രീതിയിൽ പറയുന്നു മാത്രമേ ഉള്ളൂ. എഫെസ്യ ലേഖനം 2ാമത്തെ അധ്യായം. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഘട്ടത്തെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണം ചെയ്യുന്ന മക്കളിൽ ഇപ്പോൾ വ്യാപിക്കുന്ന ആത്മാവിനും അതിഥിയായവരെയും അനുസരിച്ച് നടന്നു. അവിടെ പറഞ്ഞിരിക്കുകയാണ് 5ാമത്തെ വാക്യം, അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുയേശുവിനോട് കൂടെ ജീവിപ്പിച്ചു. അതേ കാര്യമല്ലേ ഇവിടെ പറഞ്ഞിരിക്കുക. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നിങ്ങൾ. കൊലോസ്യ ലേഖനത്തിൽ പറയുമ്പോൾ പറയാണത് എപ്പോഴാണ്? അവിടെ പറഞ്ഞിരിക്കുകയാണ്, അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെ അവൻ ജീവിപ്പിച്ചു. എപ്പോഴാണ് സംഭവിച്ചത്? ഇനി റോമാലേഖനത്തിലേക്ക് വരുമ്പോൾ മനസ്സിലാവും. നാം ഇനി പാപത്തിന് അടിമപ്പെടാതോണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. എന്താണ് സംഭവിച്ചതെന്നറിയാമോ? യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നു. യേശുക്രിസ്തുവിന്റെ ഹൃദയത്തിൽ ഈ ജഡശരീരം ഇല്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ പാപത്തിന്റെ അഗ്രചർമ്മമില്ലായിരുന്നു. പാപത്തിന്റെ അഗ്രചർമ്മമില്ലാതെ ആദമിന് ശേഷം യേശുക്രിസ്തുവാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. അതായത് ആദം പാപം ചെയ്തതിന് ശേഷമാണ് മനുഷ്യന്റെ ഹൃദയത്തിൽ ഈ അഗ്രചർമ്മം വന്നത്. പിന്നീട് രണ്ടാമത് ഒരു പൂർണ്ണ മനുഷ്യനായി ഈ അഗ്രചർമ്മം ഇല്ലാതെ ഈ ഭൂമിയിലേക്ക് വന്ന യേശുക്രിസ്തുവാണ്. അതുകൊണ്ട് തന്നെ യേശുക്രിസ്തു നമ്മുടെ ജഡത്തിൽ വന്നു എന്നുള്ള ടീച്ചിങ് ശരിയായ രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ തെറ്റായിട്ട് മനസ്സിലാക്കും. യേശുക്രിസ്തു എന്നെപ്പോലൊരു പാപജടത്തിലാണ് വന്നതെന്നും ആ പാപജടത്തിന്റെ എല്ലാ കാര്യങ്ങളും യേശുക്രിസ്തുവിൽ ഉണ്ടായിരുന്നു എന്നും പഠിപ്പിക്കുന്നത് തെറ്റായിട്ടുള്ള പഠിപ്പീരാണ്. യഥാർത്ഥത്തിൽ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് പാപജടത്തിലല്ല. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൃദയത്തിന്റെ അഗ്രചർമ്മം ഇല്ലാതെയാണ് യേശുക്രിസ്തു വന്നത്. അതുകൊണ്ട് തന്നെ ദൈവവുമായിട്ടുള്ള കണ്ടിന്യൂസ് ഫെലോഷിപ്പിലാണ് യേശുക്രിസ്തു ജീവിച്ചത്. പക്ഷെ എന്ത് സംഭവിച്ചു എന്നറിയാമോ? ക്രൂശിൽ ഒരു കാര്യം നടന്നു. ക്രൂശിൽ വെച്ചിട്ട് നമ്മുടെ പഴയ മനുഷ്യനെ ദൈവം എടുത്ത് യേശുക്രിസ്തുവിൽ ഇമ്പാർട്ട് ചെയ്തു. അങ്ങനെ നമ്മുടെ പഴയ മനുഷ്യൻ യേശുക്രിസ്തുവിനോട് കൂടി ക്രൂശിക്കപ്പെട്ടു. എവിടെയാണത് പറയുന്നത്? കൊരിന്ത്യർ ലേഖനം 2 കൊരിന്ത്യർ അതിന്റെ 5ാമത്തെ അധ്യായം. എവിടെയാണ്? He made him who knew no sin to be sin on our behalf so that we may become righteousness of God in him. ഇതിന്റെ വേറെ ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്: God took the sinless Christ and imparted our
sinful nature in him, and in exchange he gave his sinless nature to us. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ മുകളിൽ ഈ പഴയ മനുഷ്യൻ വന്നു. അതെപ്പോഴാണ്? ക്രൂശിൽ വെച്ചിട്ട് യേശുക്രിസ്തു പാപമാക്കപ്പെട്ടു. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് പൂർണ്ണമായിട്ടുള്ള മനുഷ്യനായിട്ടാണ്, പാപമില്ലാത്തവനായിട്ടാണ് വന്നതെങ്കിൽ യേശുക്രിസ്തു പാപമാക്കപ്പെട്ടത് ക്രൂശിൽ വെച്ചിട്ടുണ്ട്. ക്രൂശിൽ എന്താണ് നടന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടു. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ കൊണ്ടും പാപ ശരീരത്തിന്, ഈ പാപ ശരീരം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, കൊലോസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ജഡശരീരം എന്ന് പറയുന്നത്, ജഡത്തിന്റെ അഗ്രചർമ്മം എന്ന് പറയുന്നത്, പഴയ മനുഷ്യൻ എന്ന് പറയുന്നത്, കല്ലാട്ടുള്ള ഹൃദയം എന്ന് പറയുന്നത് എല്ലാം ഒരേ കാര്യമാണ്. പാപ ശരീരം എന്നാണ് പറഞ്ഞിരിക്കുന്നത് റോമാലേഖനത്തിൽ. നമ്മുടെ പാപശരീരത്തിന് നീക്കം വന്നു. അതായത് നമ്മുടെ ആ പാപത്തിന്റെ ആ പാർട്ട് ദൈവം കട്ട് ചെയ്ത് കളഞ്ഞു. അതോടുകൂടി നമുക്ക് എന്ത് സംഭവിച്ചു? നാം അവനെ അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുന്നു. എങ്ങനെയാണ് പാപത്തിന്റെ അണ്ടറിൽ നമ്മൾ പുറത്തു വരുന്നതെന്നാണ് അവിടെ താഴേക്ക് വരുമ്പോൾ പറഞ്ഞിരിക്കുന്നത്. താഴെ വരുമ്പോൾ പറയാണ്, ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കിയാൽ ഇനി മരിക്കയില്ല, മരണത്തിന് അവന്റെ മേൽ ഇനി കർത്തൃത്വമില്ല. അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു, അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. അവണ്ണം തന്നെ നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുവേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. എന്ന് പറഞ്ഞാൽ ഇനി പാപത്തിന് നിന്റെ മുകളിൽ വാഴാനായിട്ടുള്ള റൈറ്റ് നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് റോമലേഖനം മേളിൽ പറഞ്ഞിരിക്കുന്നത്, പാപം മരണത്താൽ വാണതുപോലെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം കൃപയും നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ. അതായത് പാപം റൂൾ ചെയ്തിരുന്ന സ്ഥലത്ത് യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ കൂടി പാപത്തിന്റെ ആ പാർട്ട്, പഴയ മനുഷ്യനെ ദൈവം കട്ട് ചെയ്ത് കളഞ്ഞതോടുകൂടി ദൈവത്തിന് ഒരു മനുഷ്യനെ കൂടി റൂൾ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ വന്നു. അങ്ങനെ വന്ന വ്യക്തികളുടെ അടുത്ത് പറയുകയാണ്, ഇനി നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം. 13-ാമത്തെ വാക്യം. ഇവിടെ പറഞ്ഞ നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി ഇനി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായിട്ടും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവിൻ. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അധീനരാകയാൽ പാപം നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. അവിടെ പറയാണ്, പാപത്തിന് റൂൾ ചെയ്യാനായിട്ടുള്ളൊരു പൊസിഷൻ ഉണ്ടായിരുന്നു. അത് പഴയ മനുഷ്യനിൽ കൂടിയായിരുന്നു പാപം റൂൾ ചെയ്തിരുന്നെങ്കിൽ, പിശാച് മനുഷ്യനിൽ റൂൾ ചെയ്തിരുന്നെങ്കിൽ ആ ഭാഗത്തെ ദൈവം കട്ട് ചെയ്ത് മാറ്റിയതോടുകൂടി നമുക്കൊരു പുതിയ ഹൃദയം കിട്ടി. ഇനി നമുക്ക് ദൈവത്തിന് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് നമുക്ക് മുമ്പോട്ട് ജീവിക്കാം. ഇതാണ് റോമാലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നത്. ഇതേ കാര്യം നാം ജലത്തിൽ ടെസ്റ്റിഫൈ ചെയ്യുന്നതാണ് സ്നാനം. ഈ കാര്യം ഞാൻ ഇതിനു മുമ്പ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യം അകത്ത് നടക്കുമ്പോൾ ഇതേ കാര്യം പുറത്ത് ടെസ്റ്റിഫൈ ചെയ്താണ് സ്നാനം. ഈ കാര്യം അകത്ത് നടക്കാത്ത വ്യക്തി പുറത്ത് ജലത്തിൽ സ്നാനപ്പെടുമ്പോൾ ഈ കാര്യം നടക്കുമെന്ന് പറയുന്നത് തെറ്റാ. അങ്ങനെ നടക്കത്തില്ല. സ്നാനപ്പെടുമ്പോൾ ഒരു മനുഷ്യന്റെയും പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെടുന്നില്ല. സ്നാനപ്പെടുമ്പോൾ ഒരു മനുഷ്യന്റെയും പഴയ മനുഷ്യൻ കുഴിച്ചിടപ്പെടുന്നുമില്ല. സ്നാനപ്പെടുമ്പോൾ ഒരു മനുഷ്യനും പുതിയ സൃഷ്ടിയായിട്ട് ഉയർത്തെഴുന്നേൽക്കുന്നുമില്ല. ഇതെല്ലാം നടക്കുന്ന വീണ്ടും ജനനത്തില. നമ്മൾ എഫേസ്യ ലേഖനം, കൊലോസ്യ ലേഖനം, റോമാലേഖനം ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾ ഉയർത്തെഴുന്നേൽക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ വീണ്ടും ജനിക്കുമ്പോഴാണ്. അപ്പോൾ വീണ്ടും ജനിക്കുമ്പോൾ നടക്കുന്ന ഈ കാര്യത്തെ നാം ജനത്തിന് മുമ്പിൽ ജലത്തിൽ സാക്ഷീകരിക്കുകയാണ് സ്നാനം. എന്നാൽ ഈ റിച്വൽ അല്ലെങ്കിൽ ഈ റിയാലിറ്റിയുടെ ജലത്തിലുള്ള സാക്ഷീകരണം അകത്തെ കാര്യം നടക്കാതെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്രയോജനവുമില്ല. അങ്ങനെ വ്യക്തികൾ വെറുതെ കുളിക്കുന്നത് പോലെയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഈ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു കാര്യം കൊണ്ടും ഒരു വ്യക്തിക്ക് ദൈവസന്നിധിയിൽ കടക്കാനായിട്ട് കഴിയത്തില്ല. എന്താണ് സംഭവിക്കേണ്ടത്? റോമാലേഖനത്തിൽ പറഞ്ഞിരിക്കുകയാണ്, പുറമേ യഹൂദനായവൻ യഹൂദനല്ല, പുറമേ ഉള്ള പരിച്ഛേദന യഥാർത്ഥ പരിച്ഛേദനമല്ല, അകമേയുള്ള പരിച്ഛേദനയാണ് യഥാർത്ഥ പരിച്ഛേദന. അങ്ങനെ വരുമ്പോൾ പാപശരീരത്തിന് നീക്കം വരുന്നു. പഴയ മനുഷ്യനെ ദൈവം ഉരിഞ്ഞു കളഞ്ഞിരിക്കുന്നു, കട്ട് ചെയ്ത് മാറ്റപ്പെടുന്നു. നമ്മൾ കൊലോസ്യ ലേഖനത്തിൽ പറയാണ്, നിങ്ങളുടെ പഴയ മനുഷ്യനെ അവനോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞു എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞു, അത് മാറിപ്പോയി, അത് പിന്നെ കണ്ടിന്യൂ ചെയ്യുന്നതല്ല. ആ ഒരു ഭാഗം കട്ട് ചെയ്യപ്പെട്ടു യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട വ്യക്തികളുടെ ജീവിതത്തിൽ. എന്നിട്ട് പറയാണ് 15-ാമത്തെ വാക്യം മുതൽ പറയുമ്പോൾ പറയാണ്, ഇനി എന്താണ് സംഭവിക്കേണ്ടത്? ഈ ഒരു കാര്യം നടന്നു കഴിഞ്ഞപ്പോൾ പാപത്തിന്റെ റൂൾ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ദൈവം കട്ട് ചെയ്തു.
ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാകുമ്പോഴേ നമുക്ക് എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ കൃപയിൽ ജീവിക്കാൻ കഴിയത്തുള്ളൂ എന്ന് മനസ്സിലാവുന്നത്. 15-ാമത്തെ വാക്കിൽ പറയാണ്, 15-16 വാക്യങ്ങൾ. ഇവിടെ പറയുകയാണ്, രണ്ട് ദാസ്യത്വത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഇതിനു മുമ്പ് എന്തായിരുന്നു? നിങ്ങൾ പാപത്തിന്റെ ദാസനായിരുന്നു. പാപത്തിന്റെ ദാസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി പാപത്തിന്റെ അടിമയായിരിക്കുമ്പോൾ പാപമാണ് അവന്റെ മേൽ കർത്തൃത്വം നടത്തുന്നത്. അവന് ദൈവത്തെ അനുസരിക്കാൻ ഇൻകേപ്പബിൾ ആണ്, അവന് കഴിയത്തില്ല. കാരണം അവന്റെ മുകളിൽ ഒരു മാസ്റ്റർ ഉണ്ട്. അവിടെ പറയുകയാണ്, എന്നാൽ നിങ്ങൾ പാപത്തിന്റെ അങ്ങനെയായിരുന്നു. നിങ്ങൾ ഈ രണ്ട് ദാസ്യത്വമാണ്. ഒന്നുകിൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാർ, ഇല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിന്റെ ദാസന്മാർ. ഇതിന്റെ രണ്ടിന്റെ നടുക്കൊരു പൊസിഷൻ ഇല്ല. ഒന്നുകിൽ നിങ്ങൾ പാപത്തിന്റെ ദാസനാണ്, ഇല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ ദാസനാണ്. ഇതിന് രണ്ടിന്റെ ഇടയ്ക്കായിട്ട് ഒരു വ്യക്തിക്ക് നിൽക്കാനായിട്ട് കഴിയത്തില്ല. പൗലോസ് പറയാണ്, നിങ്ങൾ ആദ്യം പാപത്തിന്റെ ദാസനായിരുന്നു. 17-ാമത്തെ വാക്യം, എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നു എങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ചതുകൊണ്ട്. അപ്പോഴാണ് വെറുതെ വിശ്വസിച്ചപ്പോഴല്ല, ഹൃദയപൂർവ്വം നമ്മൾ അനുസരിച്ചപ്പോൾ, കർത്താവിന് ജീവിതം നമ്മൾ ഹൃദയപൂർവ്വം സമർപ്പിച്ചപ്പോൾ, നാം പറയാണ്, അന്നു മുതൽ പാപത്തിന്റെ മാസ്റ്റർഷിപ്പ് നമ്മളിൽ നിന്ന് മാറ്റപ്പെട്ടു. അതുവരെയും ദൈവത്തെ അനുസരിക്കാൻ കഴിയാതിരുന്ന ഒരു മനുഷ്യൻ അന്നു മുതൽ പാപത്തിന്റെ പഴയ മനുഷ്യൻ നമ്മളിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ, പഴയ മനുഷ്യനാൽ റൂൾ ചെയ്യപ്പെടുന്ന ആ കാര്യം മാറ്റപ്പെട്ടപ്പോൾ നാം ദൈവത്തിന് ദാസനായിട്ട് സമർപ്പിക്കാൻ കഴിയും. അവിടെ പറയാണ് 18-ാമത്തെ വാക്യം, ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു, നീതിക്ക് ദാസന്മാരായി തീർന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. ഇവിടെ പറയാണ്, നിങ്ങൾ പാപത്തിൽ നിന്ന് ഫ്രീ ആയി കഴിഞ്ഞു. അതാണ് പറഞ്ഞിരിക്കുന്നത്, പാപം നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തേണ്ട ആവശ്യമില്ല. ദൈവം ആ കാര്യത്തെ ക്രൂശിൽ വെച്ച് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. പഴയ മനുഷ്യൻ മാറ്റപ്പെട്ട് കഴിഞ്ഞ കാര്യമാണ്. ഇനി നിങ്ങൾക്ക് ഫ്രീഡം ലഭിച്ചു. ഈ ഫ്രീഡം ഇനി നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇതുവരെ നിങ്ങൾക്ക് ദൈവത്തിനനുസരിക്കാനായിട്ട് കഴിയത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെടാത്തൊരു വ്യക്തി എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവന് ദൈവത്തെ അനുസരിക്കാൻ കഴിയത്തില്ല. കാരണം അവന്റെ ഹൃദയത്തിൽ ഈ അഗ്രചർമ്മം നിൽക്കുകയാണ്. അത് മാറ്റപ്പെട്ട് കഴിഞ്ഞപ്പോൾ പറയുകയാണ്, നിങ്ങൾക്ക് ഇനി ദൈവത്തെ അനുസരിക്കാനായിട്ടുള്ള ഫ്രീഡത്തിലേക്ക് നിങ്ങൾ വന്നു. 19-ാമത്തെ വാക്യം, പൗലോസ് പറയാണ്, നിങ്ങൾക്കിത് മനസ്സിലാകാനായിട്ട് ഞാൻ ഒരു എക്സാമ്പിൾ പറയാണ്. അതാണ് പറഞ്ഞിരിക്കുന്നത്, ഐ ആം സ്പീക്കിംഗ് ഇൻ ഹ്യൂമൻ ടേംസ്. നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പ്രോബ്ലം കാരണം ഹ്യൂമൻ ടേംസിൽ ചില കാര്യങ്ങൾ പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ഇവിടെ പറയാണ്, മുമ്പ് നിങ്ങൾ പാപത്തിന്റെ അടിമയായിരുന്നപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്തത്? നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനും അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളായി ഒരിക്കൽ നിങ്ങൾ സമർപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇപ്പോൾ നിങ്ങൾ ആ പാപത്തിന്റെ മാസ്റ്റർഷിപ്പിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ മരണത്തിൽ കൂടി പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞതിൽ കൂടി കട്ട് ചെയ്ത് മാറ്റപ്പെട്ടതോടുകൂടി നിങ്ങൾ ഫ്രീ ആയി കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇനി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പോകാൻ കഴിയത്തില്ല. ഇനി ഞാനതുകൊണ്ടാണ് പലപ്പോഴും പറയുന്നത്, രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീഡം എന്ന് പറയുന്നത് എന്തും ചെയ്യാനായിട്ടുള്ള ഫ്രീഡം അല്ല, എന്ത് ചെയ്യാനായിട്ടുള്ള ഫ്രീഡമാണ്. നിങ്ങൾക്ക് മുമ്പ് എന്ത് ചെയ്യാനുള്ള ഫ്രീഡം ആയിരുന്നു ഇല്ലാതിരുന്നത്? നിങ്ങൾക്ക് ദൈവത്തെ അനുസരിക്കാനായിട്ടുള്ള ഫ്രീഡം ഇല്ലായിരുന്നു. എന്നാൽ വീണ്ടും ജനിച്ചു കഴിഞ്ഞപ്പോൾ, ഹൃദയപരിച്ഛേദന വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഫ്രീ ആയി. എന്തിനു വേണ്ടിയിട്ട്? ദൈവത്തെ അനുസരിക്കാനായിട്ടുള്ള ഫ്രീഡമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. പക്ഷേ നിങ്ങൾക്കത് ചെയ്യണോ വേണ്ടായോ എന്ന് നിങ്ങളാണ് തീരുമാനിക്കുക. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഒരിക്കൽ പാപത്തിന് അടിമകളായി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളായി സമർപ്പിക്കും. നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരുന്നപ്പോൾ നീതിയെ സംബന്ധിച്ച് സ്വതന്ത്രരായിരുന്നുവല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്നതിന്റെ ഉദ്ദേശം ഇതാണ്, പാപത്തിന്റെ മാസ്റ്റർഷിപ്പ് നിങ്ങളുടെ മുകളിൽ ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾക്ക് ദൈവത്തെ അനുസരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാതിരുന്നു എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. നിങ്ങൾക്ക് നീതി ചെയ്യാൻ കഴിയത്തില്ലായിരുന്നു. നിങ്ങൾ പാപത്തിന്റെ ദാസനായിരുന്നപ്പോൾ നിങ്ങൾക്ക് ദൈവത്തെ അനുസരിക്കാനായിട്ട് കഴിയത്തില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്ത്യം നിത്യജീവനുമാകുന്നു. പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാദാനമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവനാകുന്നു.
പൗലോസ് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പൗലോസ് പറയാണ്, യു വെയർ അണ്ടർ എ മാസ്റ്റർ ബിഫോർ. ആ മാസ്റ്റർ പാപമായിരുന്നുവെങ്കിൽ ആ മാസ്റ്റർ പറയുന്നത് പോലെ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എക്സ്റ്റേണലായിട്ട് പല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ നിന്ന് ദൈവത്തെ അനുസരിക്കാനായിട്ട് കഴിയത്തില്ലായിരുന്നു. കാരണം നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു അഗ്രചർമ്മം ഉണ്ടായിരുന്നു, ഒരു പഴയ മനുഷ്യനുണ്ടായിരുന്നു, ഒരു പഴയ മാസ്റ്റർ ഉണ്ടായിരുന്നു. ആ മാസ്റ്ററിനെ ദൈവം കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ആ മാസ്റ്റർ നിങ്ങളെ പറയുന്നതെല്ലാം നീ ആ മാസ്റ്ററിന്റെ ദാസനായിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ മാസ്റ്ററിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ശമ്പളവും ഉണ്ടായിരുന്നു, സാലറി, വേജസ്. എന്താണ് ആ വേജസ്? അവിടെ പറയാണ് മരണം എന്നുള്ള വേജസ്. ഏതൊരു ജോലിക്കും നമുക്ക് നാച്ചുറലായിട്ടുള്ള ശമ്പളം കിട്ടുന്നത് പോലെ പാപത്തിന്റെ ദാസനായിരുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന ശമ്പളം, നമ്മൾ ഡിസേർവ് ചെയ്യുന്ന ശമ്പളം മരണമായിരുന്നു എങ്കിൽ, പാപത്തിൽ നിന്ന് ദൈവം നമ്മളെ സ്വാതന്ത്ര്യം വരുത്തി യേശു ക്രിസ്തുവിനെ ദാസനാക്കി തീർക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന കൃപാദാനമാണ് നിത്യജീവൻ. ഒന്ന് ശമ്പളമാണെങ്കിൽ മറ്റേത് ഗിഫ്റ്റാണ്. ശമ്പളം നമുക്ക് ലീഗലി കിട്ടേണ്ടതാണ്. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നമ്മുടെ പഴയ മനുഷ്യൻ കട്ട് ചെയ്ത് മാറ്റപ്പെട്ടപ്പോൾ നാം ദൈവത്തിന് ദാസനായിട്ട് സമർപ്പിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് വിശുദ്ധീകരണവും നിത്യജീവനുമാണ്. എന്നാൽ രക്ഷിക്കപ്പെട്ട വ്യക്തി മുമ്പ് ആ വ്യക്തി പാപത്തിന് സമർപ്പിച്ചതുപോലെ വിൽഫുള്ളി കണ്ടിന്യൂസ്ലി ദൈവത്തിന് സമർപ്പിക്കണം. ഈ സമർപ്പിക്കാൻ മുമ്പ് കഴിയത്തില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ കഴിയുമെന്നുള്ളതാണ് അതിന്റെ സ്വാതന്ത്ര്യം. അതിന്റെ അർത്ഥം നിങ്ങൾ സമർപ്പിക്കുമെന്ന് നിർബന്ധമില്ല. ഇവിടെയാണ് നമുക്ക് യഥാർത്ഥത്തിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്നുള്ള കമാൻഡ്മെന്റ് ഒക്കെ പുറകെ വരുന്നത്. ഞാനൊരു ഹ്യൂമൻ രീതിയിൽ ഒരു എക്സാമ്പിൾ കൂടി പറയാം. ഞാനൊരു കമ്പനിയിൽ 2002 മുതൽ 2009 വരെ വർക്ക് ചെയ്തിരുന്നു. അന്ന് എന്റെ മേലൊരു മാസ്റ്റർ ഉണ്ടായിരുന്നു. ആ മാസ്റ്റർ ഏകദേശം ഈ പറഞ്ഞിരിക്കുന്ന പാപം പോലത്തെ ഒരു മാസ്റ്റർ, അല്ലെങ്കിൽ പഴയ നിയമത്തിലെ ഫറവോനെ പോലെ ഒരു മാസ്റ്റർ. ഞാൻ അദ്ദേഹത്തിന്റെ സ്പോൺസർഷിപ്പിലായിരുന്നു. എന്റെ മുകളിലുള്ള അധികാരം അദ്ദേഹത്തിനായിരുന്നു. അപ്പൊ എനിക്ക് വേറൊന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല. എനിക്ക് അദ്ദേഹത്തെ അനുസരിക്കണം എന്ന് താല്പര്യമില്ലെങ്കിലും എനിക്ക് അനുസരിച്ച് നോക്കത്തുള്ളൂ. കാരണം എന്താണ്? എനിക്ക് റിലീസ് കിട്ടിയിട്ടില്ല. റിലീസ് ആവാത്രത്തോളം എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. എനിക്ക് താല്പര്യമുണ്ട് വേറെ കമ്പനി പോയി വർക്ക് ചെയ്യണം, ഇയാളുടെ കൂടെ വർക്ക് ചെയ്യണ്ട, ഇയാൾ പറയുന്നത് ഒന്നും കേൾക്കണ്ട എന്നൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ലീഗലി അയാളുടെ സ്പോൺസർഷിപ്പിലാണ്. അന്നേരം 2002 തൊട്ട് 2009 വരെയും ഈ രീതിയിൽ തന്നെ മുമ്പോട്ട് പോവുകയാണ്. 2009 എന്റെ സാക്ഷ്യം പറയാനായിട്ടല്ല പറയുന്നത്, ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. 2009 ദൈവം അത്ഭുതകരമായിട്ട് ഈ മാസ്റ്റർ അടിയിൽ നിന്ന് എന്നെ വിടുവിച്ചു. ഈ ഫറവോന്റെ കയ്യിൽ നിന്ന് ചെങ്കടൽ കൂടി ദൈവമക്കൾ രക്ഷിക്കപ്പെട്ടതുപോലെ ദൈവത്തിന്റെ ഇടപെടൽ കൊണ്ട് ഈ സ്പോൺസർഷിപ്പിൽ നിന്ന് ഞാൻ പുറത്തു വന്നു. ഞാൻ ഒരു പുതിയ കമ്പനിയിലേക്ക് കയറിയപ്പോഴേക്കും എന്റെ പുതിയ മാസ്റ്ററായി. ഇപ്പോൾ പുതിയ മാസ്റ്റർ ആയപ്പോഴേക്കും ലീഗലി ഞാൻ ഫ്രീ ആയി. ഈ ആളുടെ അടുത്തുനിന്ന് ലീഗലി ഫ്രീ ആയി കഴിഞ്ഞപ്പോൾ പിന്നെ കുറെ സംഭവങ്ങളൊക്കെ നടന്നു. പുള്ളി എനിക്കെതിരെ കേസൊക്കെ നടത്തി, കേസൊക്കെ പുള്ളി തോറ്റു. അങ്ങനെ കംപ്ലീറ്റ്ലി എന്റെ മുകളിലുള്ള എല്ലാ കൺട്രോളും പുള്ളിക്ക് ലീഗലി ഗവൺമെന്റ് വഴി എല്ലാ രീതിയിലും നഷ്ടപ്പെട്ടു. ഈ നഷ്ടപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ഒരിക്കൽ പുള്ളി എന്നെ ഫോൺ ചെയ്തു. ഞാൻ ഫോൺ നോക്കിയപ്പോൾ പുള്ളിയുടെ നമ്പറാണ്. ഞാൻ എന്ത് ചെയ്യുന്ന പറയാം, ഞാൻ ഫോൺ നോക്കിയിട്ട് നേരെ കട്ട് ചെയ്തു. പുള്ളി പിന്നെയും വിളിച്ചു, ഞാൻ വീണ്ടും കട്ട് ചെയ്തു. മൂന്നാമതും വിളിച്ചു, ഞാൻ കട്ട് ചെയ്തു. കാര്യം എന്താ? പുള്ളിക്ക് എന്റെ മേൽ ലീഗലി യാതൊരു റൈറ്റും ഇല്ല. പുള്ളിക്ക് എന്നെ വിളിച്ചാൽ എനിക്ക് ആൻസർ പറയേണ്ട കാര്യമില്ല. പക്ഷെ ഇതിന് മുമ്പായിരുന്നെങ്കിൽ ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി എന്നെ ആളെ വിളിച്ചോണ്ട് പോകാൻ എനിക്ക് എന്നെ. കാരണം ദർ ഇസ് എ ലീഗൽ മാസ്റ്റർഷിപ്പ്. ഒരു സ്പോൺസറുടെ അടിയിൽ നിന്നുകൊണ്ട് നമുക്കിപ്പോ ഇവിടെ പറയുന്നത് മനസ്സിലാവും, ഒരു സ്പോൺസറുടെ അടുത്ത് നിന്ന് വേറൊരു സ്പോൺസറുടെ കീഴിൽ വർക്ക് ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ ഞാൻ ലീഗലി സ്വതന്ത്രനായി. കാരണം ദൈവം ആ റിലേഷനെ ഞാൻ കട്ട് ചെയ്തു. ഇവിടെ പറഞ്ഞിരിക്കുന്ന പഴയ മനുഷ്യന്റെ മാസ്റ്റർഷിപ്പിൽ നിന്ന് ഞാൻ പുറത്തു വന്നു. ഇനി എനിക്കത് കോൾ അറ്റൻഡ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ വിളിക്കാൻ പറ്റുമോ അയാൾക്ക്? വിളിക്കാം, എപ്പം വേണേലും വിളിക്കാം. പക്ഷെ വിളിച്ചാൽ എനിക്ക് പോകാൻ പറ്റുമോ? എനിക്ക് വേണമെങ്കിൽ പോകാം. പക്ഷെ അത് എന്റെ സ്വാതന്ത്ര്യമാണ് പോകണമെന്നുള്ളത്. എനിക്ക് പോകാതെ ഇരിക്കാം. മുമ്പ് എനിക്ക് പോവാതിരിക്കാൻ പറ്റത്തില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ എനിക്കത് കോള് ഔട്ട്റൈറ്റ്ലി റിജക്ട് ചെയ്യാം. പുള്ളിക്ക് എന്നെ വിളിക്കാൻ കഴിയത്തില്ല. എന്റെ മുകളിൽ ലീഗൽ. പക്ഷെ ഞാനൊരു കാര്യം ചെയ്യാം, എന്നാ പഴയ ആളല്ലായിരുന്നു, എന്നാ പിന്നെ ഇത്രയൊക്കെ ചെയ്തില്ല, എന്നാ ഞാൻ പോയേക്കാം എന്ന് പറഞ്ഞ് വീണ്ടും അവിടെ കൊണ്ട് സമർപ്പിക്കുകയാണെങ്കിൽ പൗലോസ് പറയാണ്, യു ആർ അഗെയിൻ ഗോയിങ് ടു ബി ഇൻ ബോണ്ടേജ്. ഇതാണ് റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിൽ പൗലോസ് വ്യക്തമാക്കാനായിട്ട് ശ്രമിക്കുന്ന കാര്യം. നിങ്ങളുടെ മുകളിലുള്ളൊരു മാസ്റ്റർ ഉണ്ട്. ഇതെല്ലാം ഞാൻ പറയട്ടെ, ഇതെല്ലാം വീണ്ടും ജനനത്തിൽ യഥാർത്ഥ വീണ്ടും ജനിച്ച വ്യക്തിക്ക് ഇത് അവരുടെ ജീവിതത്തിൽ ആപ്ലിക്കബിൾ ആവത്തുള്ളൂ.
മറ്റുള്ളവർക്ക് ഇത് തിയറിറ്റിക്കലി എങ്ങനെയാണെന്ന് മനസ്സിലാക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു മാസ്റ്റർ നമ്മുടെ മുകളിൽ ഉണ്ടായിരുന്നു. അത് പാപമായിരുന്നു. പാപം കർത്തൃത്വം നടത്തുന്ന ഒരു ജീവിതം ഉണ്ടായിരുന്നു. പാപം പറയുന്നിടത്ത് നോക്കേണ്ടി പോകുന്നിടത്തും ഉണ്ടായിരുന്നു. പാപം പറയുന്നത് ചെയ്യുന്ന ഒരു ജീവിതം ഉണ്ടായിരുന്നു. പാപത്താൽ നിയന്ത്രിക്കപ്പെട്ട് നടന്നിരുന്ന ഒരു ജീവിതം ഉണ്ടായിരുന്നു. യേശു ക്രിസ്തു ക്രൂശിൽ നമ്മുടെ പഴയ മനുഷ്യനെ കട്ട് ചെയ്ത് മാറ്റി ആ പാപത്തിൽ നിന്ന് സ്വതന്ത്രനാക്കി. ഇനി എനിക്ക് ദൈവത്തിന് സമർപ്പിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഞാനെന്താ ചെയ്യുന്നത്? ഞാൻ പിന്നെയും പഴയ മാസ്റ്റർ വിളിക്കുമ്പോൾ പോവാണ്. പഴയ വള്ളംകളിയോ ഓണപരിപാടിയോ സിനിമയോ പഴയ ഫ്രണ്ട്സോ, ഇതൊക്കെ എനിക്ക് സ്വാതന്ത്ര്യമാണ്, എനിക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എന്താണ്? അഗൈൻ യു ആർ ഈൽഡിങ് യുവർ സെൽഫ്. അത് നിങ്ങളുടെ കുഴപ്പമാണ്. ദൈവത്തിന്റെ ലീഗലി നിങ്ങൾക്ക് അതിനുള്ള യാതൊരു ആവശ്യവുമില്ല. പണ്ടങ്ങനെയല്ലായിരുന്നു. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തിൽ ഇതേ കാര്യം പറയുമ്പോൾ പറഞ്ഞിരിക്കുന്നത്, മുമ്പേ നിങ്ങൾ ഈ ലോകത്തിന്റെ കാലഗതി അനുസരിച്ച് നടന്നു. മുമ്പേ നിങ്ങൾ ആകാശത്തെ അനുസരിച്ച് അധികാരത്തെ അനുസരിച്ച് നടന്നു. മുമ്പേ നിങ്ങൾ അനുസരണക്കേടിന്റെ ആത്മാവിനെ അനുസരിച്ച് നടന്നു. ഇതൊക്കെ ചെയ്തെടുത്തിട്ട് ദൈവത്തിന്റെ കൃപയാൽ നിങ്ങളെ ഫ്രീ ആക്കി. പിന്നെയും നിങ്ങൾ കൊണ്ട് ആ പഴയ ആൾക്ക് സമർപ്പിക്കുകയാണെങ്കിൽ, പുതിയ ആളുടെ യൂണിഫോം ഇട്ട് പുതിയ സ്പോൺസർഷിപ്പിൽ നിന്നുകൊണ്ട് പഴയ മാസ്റ്ററിന് വേണ്ടി വർക്ക് ചെയ്യുകയാണെങ്കിൽ യു വിൽ ബിക്കം എ സ്ലേവ് അഗെയിൻ. അതാണ് റോമാലേഖനത്തിന്റെ 27-ാമത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീന നിമിത്തം ഞാൻ മാനുഷിക എക്സാമ്പിളിൽ പറയുകയാണ്, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി, അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളായി ഒരിക്കൽ സമർപ്പിച്ചതുപോലെ. അന്ന് വേറൊരു ഓപ്ഷൻ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ലീഗലി യു ആർ ഫ്രീ. നിങ്ങളെ അതിൽ ദൈവം സ്വതന്ത്രനാക്കിയത് വഴി നിങ്ങൾക്ക് ദൈവത്തിന് സമർപ്പിക്കാനുള്ള ഓപ്ഷൻ വന്നു. ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാമോ? നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധീകരണം എന്നുള്ള കാര്യം നടന്നുകൊണ്ടേയിരിക്കും. അതിന്റെ അവസാനം നിത്യജീവനും നമുക്ക് ലഭിക്കും. ഈ വിശുദ്ധീകരണം നടക്കുന്നില്ല എങ്കിൽ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. ഒന്നുകിൽ ഈ കാര്യങ്ങളെല്ലാം നമുക്കറിയാം, നമ്മൾ തിയറിറ്റിക്കലി മനസ്സിലാക്കി, പക്ഷെ ഒരിക്കലും നമ്മുടെ പഴയ മനുഷ്യൻ ഛേദിക്കപ്പെട്ടിട്ടില്ല, ഇല്ലെങ്കിൽ വീണ്ടും ജനിച്ചിട്ടില്ല, യഥാർത്ഥത്തിൽ ഹൃദയ പരിച്ഛേദന വന്നിട്ടേയില്ല. അങ്ങനെയുള്ള ആൾക്കാർ പലരുമുണ്ട്, പലയിടത്തുമുണ്ട്. എനിക്കറിയത്തില്ല, നിങ്ങൾ അവരവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, എക്സ്റ്റേണലായിട്ടുള്ള ഒരു കാര്യവും ഹൃദയ പരിച്ഛേദനയ്ക്ക് വീണ്ടും ജനനത്തിന് പകരമാവത്തില്ല. സ്നാനം വീണ്ടും ജനനത്തിന് പകരമല്ല. സ്നാനത്തിൽ നിങ്ങളുടെ പഴയ മനുഷ്യൻ ഉരിഞ്ഞു പോകുന്നില്ല. വീണ്ടും ജനനത്തിൽ നടന്ന കാര്യത്തെ ജലത്തിൽ സാക്ഷീകരിക്കുക മാത്രമാണ് സ്നാനം. അപ്പോൾ എന്തെങ്കിലും എക്സ്റ്റേണൽ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഈ മാസ്റ്ററിന് കീഴിൽ നിന്ന് മാറാനായിട്ട് കഴിയത്തില്ല. എന്നാൽ യഥാർത്ഥത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം നിങ്ങൾ ഒരിക്കൽ അനുസരിച്ചപ്പോൾ നിങ്ങൾക്ക് പാപത്തിൽ നിന്ന് ദൈവം സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. പഴയ മനുഷ്യൻ എന്നത് കഴിഞ്ഞുപോയ കാര്യമാണ്, ഇനി ഒരിക്കലും തുടരാത്ത വണ്ണം. അതാണ് പറഞ്ഞിരിക്കുന്നത്, പാപത്തിന് ഇനി അടിമപ്പെടാതെ വണ്ണം. റോമർ 6:6, നാം ഇനി പാപത്തിന് ഒരിക്കലും അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. ഒരിക്കലും അടിമപ്പെടാതെ വണ്ണം നിങ്ങൾ ഫ്രീ ആയതാണ് ദൈവത്തിന്റെ കൃപയാൽ. പക്ഷെ ഒന്നുകിൽ നിങ്ങൾക്ക് ഈ സത്യം മനസ്സിലായിട്ടില്ല, ഇല്ലെങ്കിൽ സത്യം മനസ്സിലായിട്ടും വീണ്ടും പഴയ മാസ്റ്ററിന്, പഴയ പാഷൻസിന്, പഴയ ലസ്റ്റിന്, പഴയ ജീവിതശൈലിക്ക് എല്ലാം നിങ്ങൾ അടിമകളാകുന്നു. സ്വയം കൊണ്ട് അടിമകളായിട്ട് സമർപ്പിക്കുന്നു. പിന്നെ സഭയിൽ നമുക്കൊരു എക്സ്റ്റേണൽ ഫോമും കാണും. പക്ഷെ ദൈവം പറഞ്ഞിരിക്കുകയാണ്, അതിന്റെ അവസാനം വീണ്ടും മരണമാവാൻ സാധ്യതയുണ്ട്. അതാണ് റോമർ 6-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. റോമർ 7-8 നോക്കുവാണെങ്കിൽ, റോമർ 7:6 വരെയുള്ള വാക്യങ്ങളൂടി എന്ന് പറഞ്ഞിട്ട് അടുത്തത് ബാക്കി പിന്നീട് നമുക്ക് ചിന്തിക്കാം. അവിടെ പറഞ്ഞിരിക്കാം, റോമർ 7-ാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. മനുഷ്യൻ ജീവനോടിരിക്കും കാലത്തൊക്കെയും ദൈവത്തിന് പല കാര്യമാണ് മരിച്ചിട്ട്
നമ്മെ പിടിച്ചിറക്കിയിരിക്കുന്ന പിടിച്ചിറക്കിയിരുന്ന ഇവിടെ പാപത്തിൽ നിന്ന് നാം ഒഴിവുള്ളവരായി എന്നുള്ളതാണ് 6-ാം അധ്യായത്തിൽ പറയുന്നത്. 7-ാം അധ്യായത്തിൽ 6-ാം അധ്യായത്തിൽ പറഞ്ഞ കാര്യം തന്നെ വേറൊരു എക്സാമ്പിൾ കൂടി പറയാണ്. ഒന്നുകൂടി വിശദീകരിക്കുന്നു മാത്രമേ ഉള്ളൂ. ഇവിടെ പറയാണ്, ന്യായപ്രമാണം അറിയുന്നവർക്കറിയാം, ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലയും ന്യായപ്രമാണത്തിന് അവന്റെ മേൽ അധികാരമുണ്ട്. എന്നിട്ട് ഭർത്താവുള്ള സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിന് ഭർത്തൃ ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചാൽ അവൾ ഭർത്തൃന്യായ പ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവളായി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മനുഷ്യനുമായി നാം മാരേജ് ചെയ്ത് കഴിഞ്ഞാൽ ആ മനുഷ്യൻ മരിക്കുന്നത് വരെ നമുക്ക് സെപ്പറേറ്റ് ആവാനായിട്ട് കഴിയത്തില്ല ദൈവവചന പ്രകാരം. ഒരു ഡൈവോഴ്സ് എന്ന് പറയുന്നത് ദൈവവചന പ്രകാരം ആരെങ്കിലും ഒരാൾ മരിക്കുമ്പോൾ മാത്രമാണ്. മരിക്കുന്നതോടുകൂടി ആ ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളതായിട്ട്. ഇവിടെ പൗലോസ് വീണ്ടും പറയാണ്, നാം ഈ ഭൂമിയിൽ ജനിച്ചപ്പോൾ നമ്മൾ ഒരാളുമായിട്ടുള്ള മാരേജിലാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. ആ മാരേജ് ചെയ്ത ആ മനുഷ്യൻ, ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് ന്യായപ്രമാണമല്ല. അവിടെ ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ, അവിടെയും പഴയ മനുഷ്യനെ പറ്റി തന്നെയാണ് പറയുന്നത്. അവിടെ പറയുന്ന ഭർത്താവുള്ള സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ഭർത്തൃന്യായ പ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചാൽ അവൾ ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായി. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ വേറെ പുരുഷനായാൽ വ്യഭിചാരിണി എന്ന് പേര് വരും. ഭർത്താവ് മരിച്ചു എങ്കിലോ അവൾ വേറെ പുരുഷനായാൽ വ്യഭിചാരിണി എന്ന് പേർ വരാതെ വണ്ണം സ്വതന്ത്രയാകും. അതായത് നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരു അൺഹോളി അലയൻസിൽ, പഴയ മനുഷ്യനുമായിട്ടുള്ള മാരേജിലാണ് ഈ ഭൂമിയിലേക്ക് വരുന്നത്. ആ പഴയ മനുഷ്യൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമുക്ക് യേശുക്രിസ്തു എന്ന മരണത്തിൽ നിന്ന് ജീവിച്ചെഴുന്നേറ്റ പുതിയൊരുവന്, അവിടെ പറഞ്ഞിരിക്കുന്നത് വേറൊരുവന് നമുക്ക് മാരേജ് ചെയ്യാനായിട്ട് കഴിയത്തില്ലെന്നാണ് പൗലോസ് പറയുന്നത്. അതായത് പഴയ മനുഷ്യനുമായിട്ടുള്ള മാരേജ് നടന്നിരിക്കുന്നിടത്തോളം കാലം നാം ലീഗലി നാം ഫ്രീ അല്ല. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പോലെ തന്നെ വേറൊരാളെ കല്യാണം കഴിക്കാനായിട്ട് എനിക്ക് ലീഗലി കഴിയത്തില്ല. ഇതിന്റെ ഒരു ക്ലിയർ എക്സാമ്പിൾ പഴയ നിയമ പുസ്തകത്തിലുണ്ട്. ഏത് പുസ്തകമാണെന്ന് അറിയാമോ? അത് ഏത് പുസ്തകത്തിലാണ് ഈ കാര്യങ്ങൾ, ഈ ഒരു മാരേജിന്റെയും ഭർത്താവ് മരിച്ചിട്ട് വേറൊരാൾക്ക് പോകുന്നവർ പറയുന്നത്? റൂത്തിന്റെ പുസ്തകത്തിൽ റൂത്ത് മഹലോന്റെ ലീഗൽ വൈഫായിരുന്നു. എന്നാൽ ബോവസിനെ കല്യാണം കഴിക്കണമെങ്കിൽ മഹലോൻ മരിച്ചെങ്കിലേ ഒക്കത്തുള്ളൂ. അതേപോലെ തന്നെ പഴയ മനുഷ്യനുമായിട്ട് ലീഗലി വെഡഡ് ആയിരുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു, ലീഗൽ സ്പോൺസർഷിപ്പ് പോലെ ലീഗലി വെഡഡ് ആയിട്ടുള്ള വ്യക്തിയായിരുന്നു ഞാൻ. ഈ ന്യായപ്രമാണം എന്നുള്ളത് ദൈവം കൊടുത്തത് എന്തിനാണെന്നറിയാമോ? വീണ്ടും ജനിച്ച ഒരു വ്യക്തിക്ക് അനുസരിക്കാനായിട്ടുള്ള 10 കൽപ്പനയല്ല, ഈ പഴയ മനുഷ്യന്റെ പാപത്തിന്റെ പുറമേയുള്ള കാര്യങ്ങളെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാനിത് മുമ്പ് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നില്ല. ഈ കല്ലായിട്ടുള്ള ഒരു ഹൃദയ മനുഷ്യനുണ്ടായിരുന്നപ്പോൾ, ദൈവത്തിന് മനുഷ്യനുമായിട്ട് ഇടപെടാൻ കഴിയാതിരുന്നപ്പോൾ, പഴയ മനുഷ്യൻ അവനെ റൂൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതിന്റെ മുകളിൽ കൊടുത്തിരുന്ന എക്സ്റ്റേണൽ കൽപ്പനകളായിരുന്നു 10 കൽപ്പനകൾ. അതായത് പഴയ മനുഷ്യൻ കൂടി പുറത്തേക്ക് വരുന്ന കാര്യങ്ങളെ കട്ട് ചെയ്ത് മാറ്റുക മാത്രം. പക്ഷെ ഈ പഴയ മനുഷ്യനുമായിട്ട് മാരേജ് ആയിരുന്നപ്പോൾ ന്യായപ്രമാണത്തിൽ നമ്മുടെ മേൽ അധികാരമുണ്ടായിരുന്നു. എന്നാൽ പഴയ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞപ്പോൾ, പഴയ മനുഷ്യൻ യേശുക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും നാം പഴയ മനുഷ്യനുമായിട്ടുള്ള ബന്ധം വിടുവിപ്പിക്കപ്പെട്ടു. വീണ്ടും നമുക്കൊരു സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുകയാണ്. എന്താണ് സ്വാതന്ത്ര്യം? അവിടെ പറഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ടുയർത്തെഴുന്നേറ്റവനായ വേറൊരുവനാകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിന്റെ ശരീരം സംബന്ധിച്ച് ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. അവിടെ പറഞ്ഞിരിക്കുകയാണ്, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ വേറൊരുവന് വേണ്ടി നമ്മളൊരു മാരേജ് അലയൻസിലേക്ക് കടക്കുകയാണ്. അതിനു മുമ്പ് വരെ നമ്മൾ വേറൊരു മാരേജിലായിരുന്നു. ആ മാരേജിലെ ആ ഹസ്ബൻഡ് മരിച്ചു. അതോടുകൂടി ആ ഹസ്ബൻഡിന്റെ മുകളിലുണ്ടായിരുന്ന ന്യായപ്രമാണത്തിൽ നിന്ന് നമ്മൾ ഒഴിവുള്ളവരായി നാം യേശുക്രിസ്തു എന്ന പുതിയ മനുഷ്യനുമായി ബന്ധത്തിലേക്ക് വന്നു. അവിടെ പറയണം, നാം ജഡത്തിലായിരുന്നപ്പോൾ, ഇവിടെയും ജഡത്തിലായിരുന്നപ്പോൾ എന്ന് പറഞ്ഞിരിക്കുന്നത് പാപ ജഡത്തിലായിരുന്നപ്പോൾ, അല്ലെങ്കിൽ പഴയ മനുഷ്യൻ നമ്മൾ കർത്തൃത്വം നടത്തിയിരുന്നപ്പോൾ, ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തക്കവണ്ണം നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചിരുന്നു.
എന്താ കഴിഞ്ഞാൽ പഴയ മനുഷ്യനുമായിട്ട് നാം ബന്ധത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ പാപരാഗങ്ങൾ ഉളവായി. അതിന്റെ വിശദീകരണം താഴേക്ക് വരുന്നുണ്ട്. കൊലപാതകം ചെയ്യരുത് എന്ന് പറയുമ്പോൾ തന്നെ, മോഹിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ തന്നെ മോഹം ഉള്ളിൽ നിന്ന് ജനിക്കുകയാണ്. അങ്ങനെ ആ പാപരാഗങ്ങൾ മരണത്തിനായിട്ടുള്ള ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഇപ്പോഴോ നമ്മെ പിടിച്ചടക്കിയിരിക്കുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കൊണ്ട് അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ നാം സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കുന്നു. ഞാനൊന്നുകൂടി വിശദീകരിക്കാം. ഈ പഴയ മനുഷ്യനെ നിയന്ത്രിച്ചിരിക്കുന്ന പ്രമാണം ന്യായപ്രമാണമായിരുന്നു. ആ ന്യായപ്രമാണം പഴയ മനുഷ്യന്റെ മുകളിൽ വെച്ചിരുന്നു. എന്നാൽ അതോടുകൂടി നമുക്ക് ദൈവത്തെ, യേശുക്രിസ്തുവിനെ അനുസരിക്കാനായിട്ട്, ഉള്ളിൽ നിന്ന് അനുസരിക്കാനായിട്ട് കഴിയത്തില്ല. എന്നാൽ ദൈവം നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ പഴയ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിക്കുന്നു? രൂത്തിന് ബോവസുമായിട്ടുള്ള മാരേജ് നടക്കുന്നത് പോലെ തന്നെ നാം യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വന്നു. എന്തിനാണ് വേണ്ടതാണെന്നറിയാമോ? പഴയ മനുഷ്യൻ നമ്മളിലുണ്ടായിരുന്നപ്പോൾ, നാം പാപജടത്തിലായിരുന്നപ്പോൾ നമ്മളിൽ നിന്ന് മരണത്തിന് ഫലം കായ്ച്ചുകൊണ്ടിരുന്ന അതേ അവയവങ്ങളിൽ എന്ത് സംഭവിക്കും? അവിടെ പറയുകയാണ്, നാം ദൈവത്തിന് ഫലം കായ്ക്കാനായിട്ട് കഴിയും. എങ്ങനെയാണ് ദൈവത്തിന് ഫലം കായ്ക്കുന്നത്? ദൈവത്തിന് ഫലം കായ്ക്കുന്നത് അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ ദൈവത്തെ സേവിക്കേണ്ടതിന്. പിന്നെ പഴയ നിയമത്തിൽ അക്ഷരത്തിന്റെ ശുശ്രൂഷയായിരുന്നെങ്കിൽ ഇന്ന് കല്ലായ, കൊരിന്ത്യലേഖനത്തിൽ ഞാൻ എടുക്കാനായിട്ട് സമയമില്ല, കൊരിന്ത്യലേഖനത്തിൽ പറയുകയാണ്, കല്ലായിട്ടുള്ള കൽപ്പനകൾ മരണം തന്നെ വ്യാപരിച്ചുകൊണ്ടിരുന്നപ്പോൾ നാം വീണ്ടും ജനിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ന്യായപ്രമാണത്തിന്റെ കീഴിൽ നിന്നും പുറത്തു വരികയാണ്. എന്നിട്ട് എന്താണ് ചെയ്തിരിക്കുന്നത്? നാം ദൈവത്തിന്റെ ആത്മാവിന്റെ അണ്ടറിലേക്ക് വരികയാണ്. പിന്നീട് നമ്മളെ നിയന്ത്രിക്കുന്നത് ന്യായപ്രമാണമല്ല, 10 കൽപ്പനകളല്ല, ഇനി പുതിയ നിയമത്തിലെയും കുറെ കൽപ്പനകളല്ല. ആ പുതിയ നിയമത്തിലെയും കൽപ്പനകളുടെയും പുറകിലുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഡയറക്ട്ലി നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദൈവത്തിന് ഫലം കായ്ക്കാനായിട്ട് തുടങ്ങും. ഇതാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തു പറഞ്ഞത്, എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരികളിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി ഫലം കായ്ക്കാൻ കഴിയാത്ത പോലെ എന്നെ കൂടാതെ നിങ്ങൾക്ക് കഴിയത്തില്ല. അതായത് യേശുക്രിസ്തുമായിട്ടുള്ളൊരു മാരേജ് റിലേഷനിലേക്ക് വന്നു കഴിയുമ്പോൾ പിന്നീട് ആ വ്യക്തി യേശുക്രിസ്തുമായിട്ടുള്ള ബന്ധത്തിൽ കർത്താവിന്റെ ലൈഫിൽ ആ വ്യക്തി ജീവിക്കുകയാണ്. ആ വ്യക്തി ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരാണ്, പക്ഷേ ആ വ്യക്തി യേശുക്രിസ്തുവിന്റെ ആത്മാവിന്റെ അണ്ടറിലേക്ക് വരും. അതാണ് റോമാലേഖനം 7-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്.